തോന്നാത്ത വിധത്തിൽ നമ്മൾ എല്ലാ ഉത്സവ തിമിർപ്പോടും കൂടി ആടിക്കൊടുത്തു. ഇതൊന്നും പോരായെങ്കിൽ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കിടയിൽ വാക്സിൻ ലഭ്യതയെക്കുറിച്ചും ഓക്സിജൻ ലഭ്യതയെക്കുറിച്ചും ആശങ്കകൾ പരത്തി വാക്സിനേഷൻ കേന്ദ്രങ്ങളിലും ആശുപത്രികൾക്ക് മുന്നിലും വലിയ ആൾക്കൂട്ടങ്ങൾ നമ്മൾ സൃഷ്ടിച്ചു. ഈ ആഘോഷങ്ങളെല്ലാം കെട്ടടങ്ങിയപ്പോൾ ഓപ്പറേഷൻ സക്സസ്, പക്ഷെ രോഗി മരിച്ചു എന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നു. ഇന്നത്തെ ഗാർഡിയൻ പത്രത്തിലെ തലക്കെട്ട് "The system has collapsed. India's descent into COVID hell." അതായത് ആരോഗ്യ മേഖല നിലം പൊത്തി, ഇന്ത്യ കോവിഡിന്റെ പാതാള ഗർത്തത്തിലേക്ക് എന്നാണ്. ഇന്നലെ മാത്രം 3.25 ലക്ഷം രോഗികൾ, അതായത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന എണ്ണം. ഇന്നലെ മാത്രം പൊലിഞ്ഞു പോയത് 2100-ലധികം മനുഷ്യജീവനുകൾ. കേരളത്തിൽ മാത്രം പ്രതിദിന എണ്ണം 25,000 കടന്നു നിൽക്കുന്നു. ഗൾഫും യൂറോപ്പും ഉൾപ്പെടെ പല രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്നുള്ളവരെ വിലക്കി കഴിഞ്ഞു. വിദേശ പത്രങ്ങളിൽ വരുന്ന പരിഹാസ വാക്കുകളും കുറ്റാരോപണങ്ങളും അതിരൂക്ഷമാണ്. വെസ്റ്റ് ബംഗാളിൽ ആശുപത്രിയുടെ കോമ്പൗണ്ടും കഴിഞ്ഞ് റോഡിലേക്ക് നീളുന്ന ആംബുലൻസുകളുടെ ക്യൂവിന്റെ അടുത്തുകൂടി കേന്ദ്രമന്ത്രിമാരുടെ തിരഞ്ഞെടുപ്പ് റാലി അല്ലെങ്കിൽ റോഡ് ഷോ കടന്നു പോകുന്ന ചിത്രമാണ് മുഖചിത്രമായി 1-ാം പേജിൽ കൊടുത്തിരിക്കുന്നത്. കാര്യങ്ങൾ കൈവിട്ടുപോയി, നമ്മൾ കൈ കഴുകിയില്ലല്ലോ, അകലം പാലിച്ചില്ലല്ലോ, വാക്സിൻ നമ്മുടെ തീർന്നു പോയല്ലോ എന്നൊക്കെ പരിതപിക്കുമ്പോഴും കേന്ദ്രം സംസ്ഥാനത്തെയും സംസ്ഥാനം കേന്ദ്രത്തെയും കുറ്റപ്പെടുത്തുന്നതല്ലാതെ യഥാർത്ഥ വീഴ്ച എന്താണെന്നോ അവ പരിഹരിക്കുന്നതിനെ കുറിച്ച് ഇവരാരും മിണ്ടുന്നില്ല എന്നുള്ളത് നാം ശ്രദ്ധിക്കണം. അനുനിമിഷം വർദ്ധിച്ചു വരുന്ന ഭീതിയുടെ അന്തരീക്ഷത്തിൽ ഇതുപോലെ ഒരു വെർച്വൽ മാധ്യമങ്ങൾ കൂടിയെങ്കിലും ഇങ്ങനെ നമുക്ക് കണ്ടുമുട്ടാൻ കഴിയുന്നു എന്നത് ചെറിയ കാര്യമല്ല. നമുക്കറിയാം, ഒരു ഘട്ടത്തിൽ മെയ് മാസം മുതലെങ്കിലും നമുക്ക് YMCAയിൽ കൂടാമെന്ന് നമ്മൾ കണക്കുകൂട്ടിയിരുന്നതാണ്. അവിടെ നിന്നും ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് നമ്മൾ കുത്തിയിരിക്കുന്നത് എന്താണ് ഇതിന്റെ കാരണം എന്ന് നാം സ്വയം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി കണ്ടുമുട്ടി ഇതിൽ ഉള്ള സന്തോഷം ഞാൻ അറിയിക്കട്ടെ. ഒപ്പം എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ മീറ്റിംഗിന് 2 പ്രത്യേകതകളാണുള്ളത്. ഇന്ന് മീറ്റിംഗ് ചർച്ച ചെയ്യുന്ന വിഷയം ദേശീയ വിദ്യാഭ്യാസ നയം 2020 എന്നുള്ളതാണ്. 2 കാരണങ്ങൾ കൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വരാൻ പോകുന്ന തലമുറയെ മുഴുവൻ ബാധിക്കുന്ന, വലിയവരെന്നോ ചെറിയവരെന്നോ പണക്കാരെന്നോ അല്ലാത്തവരോ എന്നുള്ള യാതൊരു വ്യത്യാസവും കൂടാതെ എല്ലാവരെയും സമഗ്രമായി ബാധിക്കുന്ന ഒരു വിദ്യാഭ്യാസ നയമാണിത്. നമ്മുടെ ഭാവി എങ്ങനെയായിരിക്കും, ഭാരതം എന്തായിരിക്കും എന്ന് നിർണയിക്കുന്ന ഒരു അടിത്തറ പാകുന്ന ഒരു വിഷയമാണ്. രണ്ടാമത്തേത്, ഈ വിഷയത്തില് നേരിട്ട് ഇടപെടുന്ന ആളുകളുടെ ഒരു നല്ലൊരു നമ്പർ നമ്മുടെ ക്ലബിലുണ്ട് എന്നുള്ളതാണ്. അധ്യാപക അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ച പാരമ്പര്യമുള്ള അനേകർ അംഗങ്ങളായിട്ടുള്ള ഒരു ക്ലബാണിത്. അതുകൊണ്ട് ഇങ്ങനെ 2 കാരണങ്ങൾ കൊണ്ട് ഈ വിഷയം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇന്ന് ഈ വിഷയം നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്, അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ മുതിർന്ന അംഗം, നമ്മുടെ മുൻ പ്രസിഡന്റ് ഡോക്ടർ K. ജേക്കബ് സാറാണ്. ജേക്കബ് സാറ്, ഞാൻ അദ്ദേഹത്തോട് ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് സംസാരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹം വളരെ താല്പര്യത്തോടുകൂടി സമ്മതിക്കുകയും ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഈ വിഷയം എന്നെ അറിയിക്കുകയും ചെയ്തതാണ്. എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനുള്ള താല്പര്യത്തിൽ ഞാനും ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ വിഷയവുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഇന്ന് നിങ്ങൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത് അതിന് കേൾക്കാനായിട്ട് ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക്
വളരെ സന്തോഷം തോന്നുകയാണ്. ജേക്കബ് സാറിനെ ഓരോ അംഗങ്ങളുടെയും പേരിൽ ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മീറ്റിംഗിന് എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് മീറ്റിംഗിന്റെ അദ്ദേഹത്തിന്റെ വിഷയ അവതരണത്തിന് ശേഷം ഓപ്പൺ ഫോറത്തിൽ പങ്കെടുത്ത് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുവാനും അദ്ദേഹം പറഞ്ഞതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുവാനുണ്ടെങ്കിൽ അത് പറയുവാനുള്ള അവസരം ഉണ്ടായിരിക്കും. എല്ലാവരും പങ്കെടുത്ത് ഇത് നല്ലൊരു പ്രയോജനകരമായ ഒരു സെഷനാക്കി ഇതിനെ മാറ്റിത്തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ജേക്കബ് സാറിനെ വിഷയം അവതരിപ്പിച്ച് പ്രസംഗിക്കുവാനായിട്ട് ഞാൻ സവിനയം ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. പ്രസിഡന്റ് എന്നോട് ഈ മീറ്റിംഗിൽ സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ കുറിച്ച് ആയിക്കൊള്ളട്ടെ എന്ന് മറുപടി പറഞ്ഞതിന്റെ കാരണം വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവരും വിദ്യാഭ്യാസ രംഗത്ത് താല്പര്യമുള്ളവരും ആയ ആളുകളുടെ ഒരു വലിയ നിര നമുക്കുള്ളത് കൊണ്ട് ഞാൻ തുടങ്ങി വെച്ചാൽ മതി, ബാക്കി നിങ്ങൾ ചെയ്തോളും എന്നുള്ള വിശ്വാസം കൊണ്ടാണ്. നമുക്കറിയാം, ഭാരതത്തിന് മഹത്തായ ഒരു സാംസ്കാരിക പാരമ്പര്യമുണ്ട്, മഹത്തായ ഒരു വിദ്യാഭ്യാസ പാരമ്പര്യവും. ഒരുപക്ഷെ ഭാരതത്തിന് മാത്രമായിരിക്കും വിദ്യാഭ്യാസത്തിനായി ഒരു ദൈവമുള്ളത്, സരസ്വതി ദേവി. അപ്പോ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഭാരതീയർ മനസ്സിലാക്കിയിരുന്നു. നമ്മൾ പുറകോട്ട് പോയാൽ ക്രിസ്തുവിനും 1500 വർഷങ്ങൾക്ക് മുമ്പ് വേദിക് പീരീഡില് നമുക്കറിയാം, വേദങ്ങളും ഉപനിഷത്തുകളും ദർശനങ്ങളും ഒക്കെ അന്ന് പഠിച്ചിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. ഇന്നത്തെ ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ റെസിഡൻഷ്യൽ സ്കൂൾസ്. എന്നാൽ അധ്യാപകരുടെ കുടുംബത്തിലാണ് അല്ലെങ്കിൽ അവരോടൊപ്പം ആശ്രമങ്ങളിലോ ഭവനങ്ങളിലോ ആണ് വിദ്യാർത്ഥികൾ താമസിച്ചിരുന്നത്. അവിടെ അവരെന്തിനു വേണ്ടിയാണ് വിദ്യ അഭ്യസിച്ചിരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് നമുക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നുകിൽ ഗൂഗിളിലോ മൈക്രോസോഫ്റ്റിലോ ഒക്കെ ഒരു നല്ല ജോലി വാങ്ങിക്കുക, അല്ലെങ്കിൽ ഒന്ന് മൈഗ്രേറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെയാ പുതിയ തലമുറയുടെ ചില ലക്ഷ്യങ്ങൾ. എന്നാൽ അന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യം മോക്ഷത്തിൽ എത്തിച്ചേരുക എന്നുള്ളത്, അതായത് എൻലൈറ്റൻഡ് ആവും. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ സ്പിരിച്വൽ എൻലൈറ്റൻമെന്റ്. അതായിരുന്നു അന്ന് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. കുറച്ചുകൂടെ ഇങ്ങോട്ട് വരുമ്പോഴേ, അടുത്തോട്ട് വരുമ്പോഴേ, ബുദ്ധന്റെ കാലഘട്ടം, അത് നമുക്കറിയാം. ഭാരതത്തിൽ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ലോകമെമ്പാടും അറിയപ്പെട്ടിരുന്ന ചില വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. നളന്ദയും തക്ഷശിലയും അതുപോലുള്ള സ്ഥാപനങ്ങൾ. ആ സ്ഥാപനങ്ങളുടെ പ്രത്യേകതകൾ നോക്കിയാൽ അവിടെ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു, അധ്യാപകരുണ്ടായിരുന്നു. മാത്രമല്ല, അവിടെ അറിവിന്റെ ഉൽപാദന കേന്ദ്രങ്ങളായിരുന്നു, ഗവേഷണ കേന്ദ്രങ്ങളായിരുന്നു. പുതിയ അറിവുകൾ അവിടെ നിന്ന് പുറത്തു വന്നുകൊണ്ടേയിരുന്നു. മാത്രമല്ല, അന്നത്തെ രാജാക്കന്മാരോ അല്ലെങ്കിൽ അന്നുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലും ഈ സ്ഥാപനങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഒരു മോഡേൺ യൂണിവേഴ്സിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് റിസർച്ച് നടക്കുക, പഠനം നടക്കുക, ഇന്റർനാഷണലൈസേഷൻ, ഒരു വിദ്യാർത്ഥികളും അധ്യാപകരും വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നുള്ള ഉണ്ടാവുക, സ്വയംഭരണം, മറ്റുള്ളവർ ഇടപെടാതിരിക്കുക. ഇതൊക്കെയാണ് ഒരു യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകതകൾ. അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്കതറിയാമായിരുന്നു. നമ്മുടെ സ്ഥാപനങ്ങൾ അങ്ങനെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനകരമായ കാര്യമാണ്. പക്ഷെ അന്നത്തെ വിദ്യാഭ്യാസത്തിന് ചില മോശവശങ്ങളും ഉണ്ടായിരുന്നു. നമുക്കറിയാം, വിദ്യ ചില പ്രത്യേക വ്യക്തികൾക്ക് മാത്രമായിരുന്നു. ചിലരെ അതിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്നു. ചെവിയിൽ ഈയം ഒഴിക്കണം എന്നുപോലും നിയമമുണ്ടായിരുന്നു. അർഹരല്ലാത്തവർ വിദ്യ അഭ്യസിച്ചാൽ. അതായിരുന്നു അന്നത്തെ നിയമം. അത് കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് വരുമ്പോൾ നമുക്കറിയാം, മുഗൾ പീരീഡിലൊക്കെ എത്തുമ്പോൾ, അല്ലെങ്കിൽ ഈ മിഡീവൽ പീരീഡിൽ എത്തുമ്പോൾ വിദ്യാഭ്യാസം, അന്നും വൈദേശിക ശക്തികളുണ്ട്. മദ്രസയിലുള്ള വിദ്യാഭ്യാസം കൂടുതൽ വന്നു. പേർഷ്യൻ ലാംഗ്വേജ് ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിരുന്നു. ആദ്യമൊക്കെ സാൻസ്ക്രിറ്റ് ആയിരുന്നു. നമുക്കറിയാം, ആർഷഭാരതത്തിലത് സാൻസ്ക്രിറ്റ് ആയിരുന്നു.
പിന്നീട് പേർഷ്യൻ ഭാഷയിലേക്ക് അത് വന്നു. അത് കഴിഞ്ഞിട്ട് മുഗൾ പീരീഡ് ഒക്കെ കഴിഞ്ഞിട്ട്, മുഗൾ പീരീഡിൽ തന്നെ ഞാൻ മദ്രസ എന്ന് പറഞ്ഞെങ്കിലും അക്ബറിനെ പോലുള്ള ഭരണാധികാരികൾ മദ്രസയിൽ പോലും ഹിന്ദു വേദങ്ങളും ഒക്കെ പഠിപ്പിക്കാൻ തയ്യാറായിരുന്നു. അദ്ദേഹം അതിന് ഉത്തരവിട്ടു. അപ്പോൾ ആ രീതിയിലായിരുന്നു അന്ന് വിദ്യാഭ്യാസം. എങ്കിലും വിദേശ ഭാഷയിലുള്ള വിദ്യാഭ്യാസവും മതഗ്രന്ഥങ്ങളും ഒക്കെ അവിടെ പഠിച്ചിരുന്നു. പിന്നീട് ബ്രിട്ടീഷുകാർ വരുമ്പോഴും അവർ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചു. നമുക്കറിയാം, നമ്മളെല്ലാം പറയുന്ന ഒരു ഇംഗ്ലീഷുകാരനുണ്ട്, ലോർഡ് മക്കോളെ. അദ്ദേഹം 1835 മക്കോളെ മിനിറ്റ്സ് എന്ന പേരിൽ വിദ്യാഭ്യാസ രംഗത്തുള്ള അദ്ദേഹത്തിന്റെ സജഷൻസ് അവതരിപ്പിച്ചു. നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തോട് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഭാരതത്തിന്റെ സംസ്കാരത്തിനോട് വലിയ പ്രതിപത്തിയൊന്നുമില്ലായിരുന്നു. അതിനെ അദ്ദേഹം അത്ര സന്തോഷത്തോടല്ല കണ്ടത്. എന്നാൽ ബ്രിട്ടീഷ് വിദ്യാഭ്യാസം അത് പ്രോത്സാഹിപ്പിക്കുന്നത് ഇന്ത്യക്ക് വളരെ ആവശ്യമാണെന്നത് അദ്ദേഹം ചിന്തിച്ചു. ഇന്ത്യക്ക് മാത്രമല്ല, ബ്രിട്ടീഷ് എംപയറിനും അവർക്ക് സബോർഡിനേറ്റ് ലെവലിലുള്ള ജോലി നൽകുന്നതിനായിട്ട്, അവർക്ക് നല്ല ബിസിനസ്സും കമ്മ്യൂണിക്കേഷനും ഒക്കെ നടത്തുന്നതിനായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് അദ്ദേഹം കരുതുകയും ആ രീതിയിൽ 1935 ഒരു വിദ്യാഭ്യാസ നയം ഇവിടെ ബ്രിട്ടീഷ് പാർലമെന്റിൽ പാസ്സാക്കപ്പെടുകയും ചെയ്തു. അതിനു മുമ്പ് 1813 തന്നെ ചാർട്ടർ ആക്ട് ഉണ്ട്. ചാർട്ടർ ആക്ട് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണം ഇവിടെ കണ്ടിന്യൂ ചെയ്യാനുള്ള ബ്രിട്ടീഷ് പാർലമെന്റിന്റെ നിയമമാണ്. അതിൽ പോലും വിദ്യാഭ്യാസത്തെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. അന്ന് വിദ്യാഭ്യാസത്തിന് വേണ്ടി നീക്കിവെച്ച തുക കേട്ടാൽ നമുക്ക് രസകരമാണ്. കാരണം 1 ലക്ഷം രൂപയാണെന്ന് ഇന്ത്യയിലാകെയുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടി ബ്രിട്ടീഷ് സർക്കാർ മാറ്റിവെച്ചത്. ഇന്ന് നമ്മൾ ചെലവഴിക്കുന്ന തുക എന്ന് പറയുന്നത് അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്താൽ ഏകദേശം 1 ലക്ഷം കോടിയാണ്. അന്ന് 1 ലക്ഷം നീക്കി വെച്ചെങ്കിലും 1 ലക്ഷം രൂപ അന്ന് ചെലവഴിച്ചില്ല. 1857 യൂണിവേഴ്സിറ്റികൾ ഇവിടെ സ്ഥാപിക്കപ്പെട്ടു. കൽക്കട്ട, മുംബൈ, മദ്രാസ് യൂണിവേഴ്സിറ്റികളൊക്കെ സ്ഥാപിക്കപ്പെട്ടു. ഈ മക്കോളെ മിനിറ്റ്സിനോടനുബന്ധിച്ച് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട് എന്നൊരു നിയമവും 1835 ഇന്ത്യയിൽ നടപ്പിലാക്കി. അവിടെ സ്കൂൾസുകൾ ആരംഭിക്കുവാനും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ ക്ലാസുകൾ നടത്തുവാനുമുള്ള തീരുമാനം ആ ആക്ടിൽ ഉണ്ടായിരുന്നു. എന്നാൽ 1854 വുഡ്സ് ഡെസ്പാച്ച് ഒരു ടീം ഇവിടെ വന്നു. അവർ റിഫോംസ് വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്നു. പ്രൈമറി സ്കൂള് ലോക്കൽ ലാംഗ്വേജിൽ അധ്യയനം നടത്തണമെന്നും ഹൈസ്കൂളിൽ രണ്ടിൻ്റെ കൂടെ ഒരു മിക്സ് ലോക്കൽ ലാംഗ്വേജും ഇംഗ്ലീഷും കൂടെ ആകാമെന്നും, എന്നാൽ കോളേജ് ലെവലിൽ ഇംഗ്ലീഷ് തന്നെ ആകണമെന്നും അവര് നിർദ്ദേശിച്ചു. പിന്നെ ഉണ്ടായിരുന്ന എഡ്യൂക്കേഷൻ സംബന്ധിച്ച് കമ്മീഷനുകളും അല്ലെങ്കിൽ നിർദ്ദേശങ്ങളും നിയമങ്ങളും ഒക്കെ 1882 ഹണ്ടറുടെ ഹണ്ടർ കമ്മീഷൻ വന്നു. അത് കൂടുതൽ റിഫോംസ് വന്നു. എഡ്യൂക്കേഷൻ ജനങ്ങളിലേക്ക് എത്തിക്കണം, മാസ്റ്റേഴ്സിന് വേണ്ടി കൂടുതൽ സ്കൂളുകൾ തുറക്കാൻ അവർ വീണ്ടും മദർ ടങ്ങിൽ ക്ലാസ്സുകൾ എടുക്കണമെന്ന് നിർദ്ദേശിച്ചു. കുറച്ചുകൂടെ അടുത്ത് 1944 സർ ജോൺ സർജന്റ്, അദ്ദേഹം ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷന്റെ വക്താവായിരുന്നു. അദ്ദേഹം കൊണ്ടുവന്ന നിയമം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് 40 വർഷം കൊണ്ട് ഇന്ത്യയെ ബ്രിട്ടീഷ് വിദ്യാഭ്യാസത്തിന് തുല്യമായ ഒരു സ്ഥാനമാക്കി മാറ്റണം എന്നുള്ളതായിരുന്നു. മാത്രമല്ല അക്കാഡമിക് സ്കൂളുകളോടൊപ്പം ഒക്കെ വൊക്കേഷണൽ സ്കൂളുകളും തുടങ്ങണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ഇതാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള വിദ്യാഭ്യാസത്തിന്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളുടെ ഒരു ചെറിയ വിലയിരുത്തൽ. 1948 സ്വാതന്ത്ര്യത്തിന് ശേഷം ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ വന്നു. അത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ചാണ് അദ്ദേഹം കൂടുതലായിട്ട് അല്ലെങ്കിൽ അത് ഉദ്ദേശിച്ചുള്ളതായിരുന്നു ആ റിപ്പോർട്ട്. 1966 കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത് 1968. നമുക്കറിയാവുന്ന ഇന്നത്തെ
10+2+3 എന്ന സിസ്റ്റം, അതായത് ഇന്ത്യയിലെ ഒരു ഏകീകൃത സിസ്റ്റം എന്നുള്ള നിർദ്ദേശം കോത്താരി കമ്മീഷൻ ആണ് മുമ്പോട്ട് വെച്ചത്. നമുക്കറിയാം കോത്താരി കമ്മീഷന്റെ നിർദ്ദേശങ്ങളെ കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് കൊട്ടേഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ ഇപ്പൊ നിലവിൽ നിൽക്കുന്ന സ്കീമും അതാണെന്ന് നമുക്ക് പറയാം. 10+2+3 സ്കൂളിൽ 10 വർഷം, അത് കഴിഞ്ഞ് ഹയർ സെക്കൻഡറി 2 വർഷം, കോളേജ് ലെവലിൽ 2 വർഷം, ബിരുദം 3 വർഷം, പിന്നെ PG 2 വർഷം. ഈ രീതിയിലാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസം നിലനിൽക്കുന്നത്. എന്നാൽ പുതിയ 1986 രാജീവ് ഗാന്ധിയുടെ സമയത്ത് വീണ്ടും ഒരു പുതിയ കമ്മീഷൻ വന്നു. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അന്ന് അനൗൺസ് ചെയ്തു. കൂടുതൽ പരിഷ്കാരങ്ങളൊക്കെ, കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തപ്പെടാനായിട്ട്, വിദ്യാഭ്യാസം എല്ലാവർക്കും എത്തിച്ചേരാനുള്ള അവസരം ഒരുക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല ആ കാലഘട്ടത്തിലാണ് നമുക്കറിയാം ഓരോ ജില്ലയിലും ഓരോ കേന്ദ്രീയ വിദ്യാലയങ്ങൾ, നവോദയ സ്കൂളുകളൊക്കെ സ്ഥാപിച്ചത്. അത് എനിക്ക് തോന്നുന്നു രാജീവ് ഗാന്ധിയുടെ ഒരു ആശയമാണ്. അദ്ദേഹം പഠിച്ച ഡൂൺ സ്കൂൾ പോലെ ഓരോ ജില്ലയിലും സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ഓരോ സ്കൂൾ ഉണ്ടാകണം എന്നുള്ള ആശയമായിരുന്നു. അപ്പൊ അത് 86 വന്ന വിദ്യാഭ്യാസ നയം, 92 അത് വീണ്ടും പരിഷ്കരിക്കപ്പെട്ടു. പുതിയ വിദ്യാഭ്യാസ നയമല്ല, 86 വിദ്യാഭ്യാസ നയത്തിനുണ്ടായ ചില വ്യത്യാസങ്ങൾ, പരിഷ്കാരങ്ങൾ മാത്രം. അത് കഴിഞ്ഞിട്ട് നാളുകൾക്ക് ശേഷം, ഏകദേശം 36 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഒരു വിദ്യാഭ്യാസ നയം ഇപ്പോൾ വരുന്നത്. 1920 അത് 1916 തന്നെ സബ്മിറ്റ് ചെയ്തതാണ്. പിന്നെ ഗവൺമെന്റ് തലത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നു. അനേകം ആളുകൾ, 1,00,000-ഓളം നിർദ്ദേശങ്ങൾ ഇതിനായി സമർപ്പിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. എല്ലാ നിർദ്ദേശങ്ങളും കേട്ടില്ല എന്നൊരു വിമർശനമുണ്ട്. പലതും അവരെ തള്ളിക്കളഞ്ഞു. 1920 കസ്തൂരി രംഗൻ, ISROയുടെ മുൻ ചെയർമാനായ കസ്തൂരി രംഗന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അവർ കൊണ്ടുവന്ന റിപ്പോർട്ടാണ് ഏറ്റവും പുതിയ വിദ്യാഭ്യാസ നയം, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത്. അത് ഉദ്ദേശിക്കുന്നത് ഇൻക്ലൂസീവ് ആൻഡ് ഇക്വിറ്റബിൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊമോട്ട് ലൈഫ് ലോങ് ലേണിംഗ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ. പ്രധാനമായിട്ടും അതാണ് ഉദ്ദേശിക്കുന്നത്. അവർ ചില പ്രത്യേകതകൾ ഇതിൽ പറയുന്നുണ്ട്. കണ്ടന്റ് കുറയ്ക്കുക. കഴിഞ്ഞ നമ്മുടെ മീറ്റിംഗിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടൊക്കെയുള്ള ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞു, കാണാപ്പാഠം പഠിക്കുക ആണല്ലോ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ നയം. അത് മാറ്റാൻ അത് ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കൂടുതൽ പഠിക്കുക എന്നുള്ളതല്ല, പക്ഷെ എങ്ങനെ പഠിക്കണം അതാണ് പഠിപ്പിക്കേണ്ടത്. ഹൗ ടു ലേൺ, തിങ്ക് ക്രിട്ടിക്കലി, ക്രിയാത്മകമായിട്ട് ചിന്തിക്കുവാന്, പ്രോബ്ലം സോൾവിങ്, മൾട്ടി ഡിസിപ്ലിനറി, ഇന്നവേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ സ്ട്രെസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലേണിംഗ് മൾട്ടി ഡിസിപ്ലിനറി ആകും. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പിന്നീട് പറയുന്നതാണ്. മാത്രമല്ല ഇന്ത്യയുടെ വിദ്യാഭ്യാസ പാരമ്പര്യം അതിൽ സ്ട്രെസ് ചെയ്യുന്നുണ്ട്, ഊന്നൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ഇതിന്റെ ആമുഖമായിട്ട് പറയാം. പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ചുരുക്കമായിട്ട് പറയാം. സ്കൂൾ തലം അത് ആരംഭിക്കുന്നത്, സ്കൂൾ തലം എന്ന് പറഞ്ഞാൽ ഒരു ഫൗണ്ടേഷണൽ കോഴ്സുണ്ട്, ഫൗണ്ടേഷണൽ ലെവലുണ്ട്. ഫൗണ്ടേഷൻ ലെവൽ എന്ന് പറയുന്നത് പ്രീ സ്കൂളാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ അംഗൻവാടി. അതുപോലെ ആദ്യത്തെ 3 വർഷം, 3 വയസ്സ് മുതൽ 6 വയസ്സ്, 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയാണ് ഈ പ്രീ സ്കൂൾ. അത് കളികളിൽ കൂടെ, നിരീക്ഷണങ്ങളിൽ കൂടെ, പാട്ടുകളിൽ കൂടെ, സ്റ്റോറിയിൽ കൂടെ ഒക്കെ കുഞ്ഞുങ്ങളെ പഠനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് കഴിഞ്ഞുള്ള 2 വർഷം, ക്ലാസ് 1, ക്ലാസ് 2, അത് 6 മുതൽ 8 വരെ വയസ്സുള്ളവർക്കാണ്. അപ്പൊ ഇത് കുഞ്ഞുങ്ങളെ പഠനത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുവാണ്. അപ്പൊ ഈ രീതിയിലാണ്. അവിടെ കഠിനമായ പഠനങ്ങളൊന്നുമില്ല, പക്ഷെ ചില ആക്ടിവിറ്റിയിൽ കൂടെ, ചില പ്രോജക്ട്സിൽ കൂടെ, ചില കഥകളിൽ കൂടെ ഒക്കെ അവരെ പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. 3 മുതൽ
5 വരെയുള്ള ക്ലാസ്സുകൾ 8 മുതൽ 11 വയസ്സ് വരെ പ്രിപ്പറേറ്ററി. ആ സമയത്താണ് അവർ റീഡിങ്, റൈറ്റിങ്, സ്പീക്കിംഗ്, മറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റി ഇതെല്ലാം കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്യുന്നുണ്ട്. 6 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകൾ, അതായത് 11 വയസ്സ് മുതൽ 14 വയസ്സ്, അവിടാണ് സബ്ജക്റ്റുകൾ, ഓരോ വിഷയങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും കൂടുതലായിട്ട്. അപ്പോൾ കണക്കും സയൻസും മറ്റ് സബ്ജക്റ്റുകൾ ഒക്കെ അവിടെ വിദ്യാർത്ഥികളുടെ മുന്നിൽ തുറക്കപ്പെടും. അവരുടെ വിഷയാവതരണം ആ ലെവലിലാണ് കൂടുതൽ. അപ്പോൾ സബ്ജക്റ്റ് പഠിപ്പിക്കാനുള്ള ടീച്ചേഴ്സ്, അതായത് സബ്ജക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്ത ടീച്ചേഴ്സ് ഈ 6 മുതൽ മിഡിൽ ക്ലാസ്സിലാണ്, 6 മുതൽ 8 വരെയുള്ള ക്ലാസ്സിലാണ്. പിന്നെ സെക്കൻഡറി ലെവല് 9 മുതൽ 12 വരെയുള്ള ക്ലാസ്, 14 മുതൽ 18 വയസ്സ് വരെ. അവിടെ മൾട്ടി ഡിസിപ്ലിനറി ആയിരിക്കും. നമുക്കിപ്പോൾ ചില കമ്പാർട്ട്മെന്റലൈസേഷൻ, അതായത് ഫസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട്, സെക്കൻഡ് ഗ്രൂപ്പ് ഉണ്ട്, സയൻസ് ഗ്രൂപ്പ് ഉണ്ട്, ആർട്സ് ഗ്രൂപ്പ് ഉണ്ട്, കൊമേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്. എന്നാൽ അവിടെ ഇപ്പോൾ പുതുതായിട്ട് വിഭാവനം ചെയ്തിരിക്കുന്ന സെക്കൻഡറി ലെവൽ അല്ലെങ്കിൽ 9 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിൽ ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് റിജിഡ് ആയിട്ടുള്ള കമ്പാർട്ട്മെന്റലൈസേഷൻ ഇല്ല. മാത്തമാറ്റിക്സ് പഠിക്കുന്ന ഒരാൾക്ക് വേറൊരു സബ്ജക്റ്റ് കൂടെ പഠിക്കാം, ഹിസ്റ്ററിയുടെ വേണേൽ പഠിക്കാം. ഹിസ്റ്ററി പഠിക്കുന്ന ആൾക്ക് ഫിസിക്സ് പഠിക്കണമെന്ന് തോന്നിയാൽ, കഴിവുണ്ടെന്ന് തോന്നിയാൽ അതിലൂടെ ചേർന്ന് ആ കോഴ്സ് കൂടെ പഠിക്കാം. ആ രീതിയിൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് 9 മുതൽ 12 വരെ. എന്നാൽ 6 മുതൽ 8 വരെ ഞാൻ ഈ 4 ലെവല് പറഞ്ഞത്, ഒന്ന് ഫൗണ്ടേഷണൽ, അത് പ്രീ സ്കൂൾ ഉണ്ട്, 1ഉം 2ഉം ക്ലാസ്സുകളുണ്ട്. അതായത് 5 വർഷമുണ്ട്. പ്രീ സ്കൂൾ 3 വർഷം, പിന്നെ 1ഉം 2ഉം ക്ലാസ്സുകൾ, 5 വർഷമാണ് ഫൗണ്ടേഷണൽ കോഴ്സ്. പ്രിപ്പറേറ്ററി 3 മുതൽ 5 വരെ, അത് 3 വർഷമാണ്. 3, 4, 5 ക്ലാസ്. 8 മുതൽ 11 വയസ്സ് വരെയാണ്. മിഡിൽ സ്കൂളിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അത് 6, 7, 8, അവിടെ 3. അവിടെ ഞാൻ പറഞ്ഞു സബ്ജക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് മാത്രമല്ല, ഒരു പ്രത്യേകതയോടെ ഉണ്ട്, ഒരു തൊഴിൽ കൂടി അഭ്യസിക്കും. ഒരു പ്രദേശത്തിന് എന്തെങ്കിലും തൊഴിൽ പ്രത്യേകമായിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് കൊല്ലം റീജിയൺ ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അഷ്ടമുടി ഭാഗമൊക്കെ ആണെങ്കിൽ കയറുവിരി അവിടെ ഒരു തൊഴിലാണ്. അപ്പൊ അവിടുത്തെ സ്കൂളിലെ കുട്ടികൾക്ക് വേണേൽ ഇത് പഠിക്കാനുള്ള അവസരം കൊടുക്കും. അപ്പൊ ഒരു തൊഴിൽ, അതായത് സ്ഥലത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഉള്ള തൊഴിൽ, ഇതൊക്കെ ഫ്ലെക്സിബിൾ. ഇതൊക്കെ വളരെ റിജിഡ് ആയിട്ടുള്ള റൂൾസ് അല്ല എന്നാണ് ഗവൺമെന്റ് പറയുന്നത്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് പറയുന്നത്. അതുകൊണ്ട് ഈ തൊഴിൽ ഈ രീതിയിൽ തന്നെ ആകണമെന്നൊന്നുമില്ല. എന്റെ അഭിപ്രായത്തില് കുറച്ചുകൂടെ അവർക്ക് പ്രയോജനപ്പെടുന്ന ചില തൊഴിലുകളൊക്കെ പറ്റും, അല്ലെങ്കിൽ തൊഴിലുകളുടെ ചില സങ്കലനങ്ങൾ പറ്റും. അപ്പൊ നമുക്ക് തന്നെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചില കൃഷിയോ അല്ലെങ്കിൽ ചില ഇലക്ട്രിക്കൽ കാര്യങ്ങളോ, ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ വളരെ പ്രയോജനം ചെയ്യും. അതൊരു ലെവലില് കുട്ടികൾ പഠിക്കുന്നു എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം തൊഴിലിനെ കുറിച്ചുള്ള അവരുടെ അവജ്ഞ മാറും എന്നാണ് എന്റെ ചിന്ത. കാരണം തൊഴിലെടുക്കുന്നവർ, കായികാധ്വാനം നടത്തുന്നവർ, അതൊരു നല്ല വിഭാഗമല്ല എന്നുള്ളൊരു തോന്നൽ ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികൾക്കുണ്ട്. കാരണം ഇത് ഒരു തൊഴിലൂടെ വിദ്യാർത്ഥികൾ സ്കൂൾ ലെവലിൽ അഭ്യസിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ വിമർശനം ഇതാണ്: നമ്മുടെ സാഹചര്യത്തിന് അതൊന്നും പറ്റുന്നതല്ല, നമ്മുടെ കൾച്ചറിന് അതൊന്നും പറ്റുന്നതല്ല. നമ്മുടെ കൾച്ചർ മാറണമെന്നാണ് എന്റെ അഭിപ്രായം. എന്റെ ചിന്തയാണ് ഞാൻ ഈ പറയുന്നത്. തൊഴിൽ ചെയ്യുന്നത് ഒരു അഭിമാനമായിട്ട് ആളുകൾ കരുതണം. ഞാനും എന്റെ സുഹൃത്തുക്കൂടെ ഒരു ക്ലാസ്സിലിരുന്ന് ഒരു തൊഴിൽ ചെയ്യാൻ പഠിക്കുവാണെങ്കിൽ, ഈ തൊഴിൽ ചെയ്യുന്നവൻ അവൻ ആ തൊഴിലിൽ ഇനി തുടരുന്നു എന്ന് കരുതുക. ഈ തൊഴിൽ ചെയ്യുന്നത് ഒരു അവജ്ഞയാണ്, അല്ലെങ്കിൽ ഇതൊരു മോശം ഏർപ്പാടാണ് എന്ന് ചിന്തിക്കാതിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. തൊഴിലിന്റെ മാഹാത്മ്യത്തെക്കുറിച്ച്, ഏത് തൊഴിലിന്റെയും മാഹാത്മ്യത്തെക്കുറിച്ച് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുമെന്നാണ് എന്റെ ചിന്ത. ഇതിൽ വിമർശിക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മുമ്പേ പറഞ്ഞ ചില വിമർശനങ്ങളൊക്കെ ഈ രീതിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ സ്കൂൾ ലെവലിലുള്ള ഒരു ചേഞ്ച്, ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഒരു ചേഞ്ച് മിഡിൽ സ്റ്റേജ് എന്ന് പറയുന്നത് 6 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകൾ ആയതുകൊണ്ട് ഇന്നത്തെ ഹൈസ്കൂളിന്റെ പാർട്ടായിട്ടുള്ള 8ാം ക്ലാസ് പുതുതായിട്ട് മിഡിൽ സ്കൂളിന്റെ ഭാഗമായിട്ട് മാറും. അപ്പോൾ ഹയർ സ്കൂൾ അല്ലെങ്കിൽ ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളും എന്ന് പറയുന്നത് ഇപ്പോഴത്തേത്
ഇനി മുതൽ 9, 10, 11, 12 ക്ലാസ്സുകൾ മാത്രമേ ഉള്ളൂ. ഈ പുതിയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നത് മുതൽ 9, 10, 11, 12 ക്ലാസ്സുകൾ മാത്രം. അവിടെയും മൾട്ടി ഡിസിപ്ലിനറി ആയിരിക്കും. അവർക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പിന്നെ കൂടുതൽ ലാംഗ്വേജസ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള ഒരു സമയമാണ് 2 മുതൽ 8 വരെയുള്ള വയസ്സ് എന്ന് പറയുന്നത്. അപ്പൊ സ്കൂൾ തലത്തില് കൂടുതൽ ലാംഗ്വേജുകൾ കുഞ്ഞുങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. അവരെ അതിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ കമ്മീഷന്റെ ഒരു വിലയിരുത്തൽ. മാത്രമല്ല 3 ലാംഗ്വേജ്, ത്രിഭാഷ അവര് അംഗീകരിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴും സെൻട്രൽ ഗവൺമെന്റ് നയം അതാണല്ലോ, 3 ഭാഷകൾ നമ്മൾ പഠിക്കുക. എന്നാൽ ആദ്യത്തെ ലെവലെല്ലാം മലയാള ഭാഷ അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ മാത്രമാണ്. ഇവിടെ മദർ ടങ് എന്നുള്ള വേർഡിനേക്കാൾ ഉപരി ലോക്കൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഹോം ലാംഗ്വേജ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ച് ഞാൻ കണ്ടത്. അപ്പോൾ ഹോം ലാംഗ്വേജ് എന്ന് പറയുന്നത്, ഞാൻ ബാംഗ്ലൂരിൽ താമസിക്കുവാണെങ്കിൽ എൻ്റെ മദർ ടങ് മലയാളം തന്നെ, പക്ഷെ എൻ്റെ ഹോം ലാംഗ്വേജ് എന്ന് പറയുന്നത് കന്നഡയായിരിക്കും. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ ആദ്യത്തെ 2 ലെവലും പരിപൂർണമായിട്ട് ഹോം ലാംഗ്വേജിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ ആ രീതിയിൽ ഉള്ള ക്ലാസ്സുകൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലെവലിലുള്ള ക്ലാസ്സുകളോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള ക്ലാസ്സുകളോ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് വിഭാവന ചെയ്യപ്പെടുന്നത്. സ്കൂൾ തലത്തിലെ പ്രധാനപ്പെട്ട ചേഞ്ചസ് ഇതൊക്കെയാണ്. എന്നാൽ കോളേജ് തലത്തിലേക്ക് വരുമ്പോഴേ, കോളേജ് തലത്തിലും നമ്മൾ ഈ പറഞ്ഞതുപോലെ വളരെ ഫ്ലെക്സിബിൾ ആണ്, മൾട്ടി ഡിസിപ്ലിനറി ആണ്. അതായത് കോഴ്സുകൾ ഇങ്ങനെയാണ്. ഡിഗ്രി കോഴ്സിന് ചേർന്നാൽ അത് 4 വർഷം വരെ കണ്ടിന്യൂ ചെയ്യാം. എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഇടയ്ക്ക് വെച്ച് എക്സിറ്റ് ചെയ്യാനും എൻട്രി ചെയ്യാനുമുള്ള ഓപ്ഷൻസ് ഉണ്ട്. മൾട്ടിപ്പിൾ എൻട്രി അനുവദിച്ചിട്ടുണ്ട്, എക്സിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട് ഒരു വിദ്യാർത്ഥിക്ക് തോന്നുക, പഠനം മതിയാക്കാൻ തോന്നുവാണെങ്കിൽ അവനൊരു സർട്ടിഫിക്കറ്റ് നൽകും. 2 വർഷം ഡിഗ്രി തലത്തിൽ 2 വർഷം പഠിച്ചിട്ടാണ് അവൻ കോഴ്സ് നിർത്തുന്നതെങ്കിൽ അവന് ഡിപ്ലോമ നൽകും. 3-ാമത്തെ വർഷം കോഴ്സ് സക്സസ്ഫുൾ ആയിട്ട് നിർത്തുവാണെങ്കിൽ ഡിഗ്രി നൽകും. അത് കഴിഞ്ഞിട്ട് 1 വർഷം കൂടെ കണ്ടിന്യൂ ചെയ്യാം, സ്പെഷ്യലൈസ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ മറ്റ് ഓപ്ഷൻസ് എടുത്ത് പഠിക്കാൻ സാധിക്കും. ആ രീതിയിൽ പഠിക്കുന്നവർക്ക് 4-ാമത്തെ വർഷം കൂടെ കംപ്ലീറ്റ് ചെയ്യാം. അവർക്ക് PG 1 വർഷം ചെയ്താൽ മതി. മാത്രമല്ല അവർക്ക് ഡയറക്റ്റ് ആയിട്ട് റിസർച്ചിന് പോകാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പൊ അതാണ് കോളേജ് തലത്തിലുള്ള പ്രധാനപ്പെട്ട ചേഞ്ച്. അപ്പോൾ അവിടെ ഞാൻ അധ്യാപന ജീവിതത്തില് പലപ്പോഴും കണ്ടിട്ടുണ്ട്, മർത്തോമ കോളേജിലൊക്കെ, ഇപ്പോഴത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ പോലും ഫസ്റ്റ് ഇയർ കഴിയുന്ന ഉടനെ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ കഴിയുന്ന ഉടനെ പഠനം അവസാനിപ്പിക്കുന്ന ചില വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ കുറെ കഴിയുന്ന ഉടനെ TC ഇങ്ങ് തന്നേരം ഞങ്ങള് തമിഴ്നാട്ടിലൊരു യൂണിവേഴ്സിറ്റി പോയി ബാക്കി പഠിച്ചോളാം, ഇവിടെ ഞങ്ങൾ പഠിച്ചാൽ രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞ് പോകുന്ന വിദ്യാർത്ഥികളുണ്ട്. പഠനം അവസാനിപ്പിച്ചു പോകുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പൊ അവർക്ക് അവിടെ വെച്ച് പഠനം അവസാനിക്കുമല്ല, അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു ഡിഗ്രി കിട്ടുന്നു. ഇതാണ് ഈ 3 വർഷം കൊണ്ട് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ 4 വർഷം കൊണ്ട് സംഭവിക്കുന്നത്. മാത്രമല്ല, പഠനം ഇടയ്ക്ക് നിർത്തിയ ഒരാൾക്ക്, 1 വർഷം കഴിഞ്ഞ് നിർത്തിയ ഒരാൾക്ക് കുറച്ചു നാൾ കഴിഞ്ഞ് ഇതൊന്ന് കണ്ടിന്യൂ ചെയ്താൽ കൊള്ളാം. അയാളൊരു തൊഴിലിന് പോയി, അയാളൊരു തൊഴിൽ ചെയ്തു. അപ്പൊ അവിടെ ചെന്ന് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ വെച്ചപ്പോൾ മനസ്സിലൊരു ആഗ്രഹം തോന്നുന്നു, എനിക്ക് ഡിപ്ലോമ എടുത്താൽ കൊള്ളാം, 1 വർഷം കൂടെ പഠിച്ചാൽ കൊള്ളാം. അയാൾക്ക് വീണ്ടും എൻ്റർ ചെയ്യാം, അതിനുള്ള അവസരമുണ്ട്. അപ്പൊ അതിന് ക്രെഡിറ്റ്സ് ഏൺ ചെയ്യാം. ഒരു അക്കാഡമിക് ക്രെഡിറ്റ് ബാങ്ക് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് ഞാൻ എത്ര ക്രെഡിറ്റ് ഏൺ ചെയ്തോ അത് എൻ്റെ പേരിൽ രേഖപ്പെടുത്തിയിരിക്കും. ABC അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ്, അതിൽ അത് അവൈലബിൾ ആയിരിക്കും. അപ്പൊ എനിക്ക് ആ ക്രെഡിറ്റ് ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ പഠനം കണ്ടിന്യൂ ചെയ്യാം. ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ മറ്റ് വിഷയം എടുത്തുകൊണ്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്യാം. മറ്റ് രാജ്യങ്ങളിലോട്ട് പോകണമെങ്കിൽ അതും പോസിബിൾ ആണെന്നാണ് പറയുന്നത്. ആ രീതിയിൽ അത് ക്രെഡിറ്റ് എക്സ്ചേഞ്ച് ചെയ്യത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങൾ ചെയ്യും. അപ്പൊ മറ്റു രാജ്യത്ത് പോയി പഠിക്കണമെന്നുണ്ടെങ്കിലും എനിക്ക് ഇവിടെ ഏൺ ചെയ്ത ക്രെഡിറ്റ്സ് എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കും.
അപ്പൊ ആ രീതിയിലാണ് ക്രെഡിറ്റ് ബാങ്ക് രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പഠിച്ച ക്രെഡിറ്റ് ഉപയോഗിച്ച് എനിക്ക് എപ്പോൾ വേണമെങ്കിലും പഠനം കണ്ടിന്യൂ ചെയ്യാം, ഏത് സ്ഥലത്ത് വേണമെങ്കിലും കണ്ടിന്യൂ ചെയ്യാം, ഏത് ഡിസിപ്ലിൻ വേണമെങ്കിലും എനിക്ക് എടുക്കാം. അതൊക്കെയാണ് അതിന്റെ പ്രത്യേകത. മാത്രമല്ല, യൂണിവേഴ്സിറ്റി തലത്തിലുള്ള അഡ്മിഷന് വേണ്ടി ഒരു പ്രത്യേക ടെസ്റ്റ് ഉണ്ട്. അത് ഓൾ ഇന്ത്യ തലത്തിൽ ഒറ്റ ടെസ്റ്റാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് നടത്തുന്നത്. അപ്പൊ എഞ്ചിനീയറിംഗിന്റെ അഡ്മിഷൻ ആണെങ്കിലും ഏത് അഡ്മിഷൻ ആണെങ്കിലും പ്രൊഫഷണൽ കോളേജുകളിലെ അഡ്മിഷൻ ആണെങ്കിലും ഈ ഒരു ടെസ്റ്റ് ആയിരിക്കും ഞാൻ പാസ്സാകേണ്ടത്. അത് വെച്ചാണ് ഇന്ത്യയിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അഡ്മിഷൻ നടത്തേണ്ടത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ഒറ്റ ടെസ്റ്റ്. അപ്പോൾ പല ടെസ്റ്റുകൾ പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷന് വേണ്ടി എഴുതേണ്ട കാര്യമില്ല. ഈ ടെസ്റ്റിലെ സ്കോർ വെച്ചുകൊണ്ട് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. ഒറ്റ പരീക്ഷ. ഇതൊക്കെ വിദേശ യൂണിവേഴ്സിറ്റികളുടെ ഒരു മോഡലാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ബയോളജി ആയിരിക്കും പഠിച്ചത്, പക്ഷെ ഇനി എനിക്ക് എഞ്ചിനീയറിംഗ് പഠിക്കണം. ഈ ടെസ്റ്റ് പാസ്സായാൽ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ടെസ്റ്റ് പാസ്സായി ആവശ്യത്തിന് സ്കോർ ഉണ്ടെങ്കിൽ ബയോളജി പഠിച്ച ആൾക്ക് എഞ്ചിനീയറിംഗ് ചേരാം. അടുത്ത സമയത്ത് നിങ്ങൾ 2 വാർത്തകൾ കണ്ടു കാണും. ഒന്ന്, എഞ്ചിനീയറിംഗ് പഠനം മാത്തമാറ്റിക്സ് പഠിക്കാത്തവർക്കും എഞ്ചിനീയറിംഗിന് ചേരാം. യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഇംപ്ലിമെന്റേഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് ചരിത്രം പഠിച്ച ഒരാള് എഞ്ചിനീയറിംഗിന് ചേരുന്നത്? എഞ്ചിനീയറിംഗിന്റെ അവിഭാജ്യ ഘടകമാണ്, ബേസിക് ടൂളാണ് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ് ഇല്ലാതെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പറ്റത്തില്ല. അപ്പൊ എങ്ങനെയാണ് ഹിസ്റ്ററി മാത്രം പഠിച്ച ഒരാൾ എഞ്ചിനീയറിംഗിന് ചേരുന്നത്? എൻ്റെ ഉള്ളിൽ മാത്തമാറ്റിക്സിനെ കുറിച്ചൊരു അഭിഭാജ്യമുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു താല്പര്യം ഉണ്ടായിരിക്കും. ഞാൻ പക്ഷേ സാഹചര്യം കൊണ്ട് ഹിസ്റ്ററി എടുത്തു പോയതാണ്. പക്ഷെ ഇത് മേക്കപ്പ് ചെയ്യാമെന്ന് എനിക്കൊരു തോന്നലുണ്ടെങ്കിൽ, എനിക്ക് ഈ ടെസ്റ്റിന്റെ സ്കോർ ഉണ്ടെങ്കിൽ എഞ്ചിനീയറിംഗിന് ചേരാം. ഒരു കുഴപ്പവുമില്ല. ഞാൻ ബയോളജി പഠിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് മെഡിസിന് ചേരാൻ സാധിക്കും. അപ്പൊ ആ രീതിയിൽ വലിയ ഓപ്ഷൻസ് ആണ് ഇത് കൊടുക്കുന്നത്, വലിയ അവസരങ്ങളാണ് കൊടുക്കുന്നത്. അപ്പൊ എൻ്റെ അഭിരുചി മാറുവാണെങ്കിൽ അതിനനുസരിച്ച് എനിക്ക് പഠിക്കാനുള്ള അവസരം ഈ ഹയർ എഡ്യൂക്കേഷൻ തലത്തിലുണ്ട്. അപ്പൊ ഹയർ എഡ്യൂക്കേഷൻ തലത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അതായത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ചില കാര്യം, ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഒറ്റ ടെസ്റ്റ്, പിന്നെ എൻ്റെ ക്രെഡിറ്റ്സ് എനിക്ക് വീണ്ടും ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് വേറൊരു യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി, വേറൊരു കോഴ്സിന് വേണ്ടി, വേറൊരു ഡിസിപ്ലിന് വേണ്ടി എനിക്ക് ഉപയോഗിക്കാം എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു. അപ്പൊ പഠനം എവിടെ വെച്ചും തുടങ്ങാം, എവിടെ വെച്ചും അവസാനിപ്പിക്കാം. അത് പുതിയ വിദ്യാഭ്യാസ നയം വിഭാവന ചെയ്യുന്ന, ഹയർ എഡ്യൂക്കേഷനെ കുറിച്ച് വിഭാവന ചെയ്യുന്ന കാര്യമാണ്. ഇനി ഹയർ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ പറയണം. നമുക്കിപ്പോൾ കേരളത്തിലെ അടുത്ത സമയത്ത് ഒരു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്ന് നമ്മുടെ എല്ലാ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളും സർവ്വകലകളുടെയും ശാലയാണ്. നമ്മളൊരു പ്രിന്റിംഗ് യൂണിവേഴ്സിറ്റി എന്ന് പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മള് സിംഗിൾ ഡിസിപ്ലിൻ ആയിട്ടുള്ള പല അതായത് നമ്മുടെ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റി, മെഡിക്കൽ യൂണിവേഴ്സിറ്റി, മലയാള യൂണിവേഴ്സിറ്റി, സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികൾ കേരളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ ഉണ്ട്, ലോകത്തിലും ഉണ്ട്. ലോകത്തിലെ പല ഭാഗത്ത് ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. എന്നാൽ പുതിയ വിദ്യാഭ്യാസ നയം അങ്ങനല്ല പറയുന്നത്. മൾട്ടി ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റീസ് ആണ്. ഇപ്പോഴുള്ള സിംഗിൾ ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സിംഗിൾ ഡിസിപ്ലിൻ യൂണിവേഴ്സിറ്റി മൾട്ടി ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റി ആയിട്ട് മാറണം. അങ്ങനെയുള്ള സ്ഥാപനങ്ങളായിട്ട് മാറണമെന്നാണ് പുതിയ വിദ്യാഭ്യാസ നയം പറയുന്നത്. ഞാൻ മെഡിസിൻ പഠിക്കുമായിരിക്കും, പക്ഷെ എനിക്ക് മ്യൂസിക് കൂടെ പഠിച്ചാൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരം ഞാൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ അല്ലെങ്കിൽ അനുബന്ധമായിട്ടുള്ളൊരു സ്ഥാപനത്തിൽ ഉണ്ടാകണം. ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുവാണെങ്കിൽ എനിക്ക് ഹിസ്റ്ററിയുടെ പഠിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന ഒരാൾക്ക് ഇംഗ്ലീഷൂടെ പഠിച്ചാൽ കൊള്ളാം. അപ്പൊ ഇങ്ങനെയുള്ള കോമ്പിനേഷൻസ് എടുക്കാനുള്ള അവസരം ഉണ്ടാകണം. മാത്രമല്ല, മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള റിസർച്ചും ഇന്റർ ഡിസിപ്ലിനറി റിസർച്ചും നടക്കും. ഇതാണ് മൾട്ടി ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റി ആയിട്ട് രൂപാന്തരപ്പെടണം. അടുത്ത 10 വർഷം കൊണ്ട് യൂണിവേഴ്സിറ്റികളെല്ലാം ആ രീതിയിൽ രൂപാന്തരപ്പെടണമെന്നാണ് വിദ്യാഭ്യാസ നയം പറയുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ഈ ഏക വിഷയ യൂണിവേഴ്സിറ്റികൾക്ക്, സർവകലാശാലകൾക്ക് നിലനിൽപ്പില്ല. നമുക്കല്ലേലും അറിയാം, അങ്ങനെയുള്ള സർവകലാശാലകള്
റാങ്കിങ്ങിലൊന്നും ഒരിക്കലും വരത്തില്ല. നമ്മളിപ്പോ റാങ്കിങ് വെച്ച പല സ്ഥാപനങ്ങളെയും വിലയിരുത്തുന്നത്. അപ്പൊ ഇന്ത്യയിൽ നിന്നൊന്നും ആദ്യത്തെ റാങ്കുകളിൽ വരുന്ന യൂണിവേഴ്സിറ്റികളൊന്നുമില്ല. അപ്പൊ അങ്ങനെ വരണമെങ്കിൽ പോലും റിസർച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിസർച്ച് കൂടുതൽ വരണമെങ്കിൽ മൾട്ടി ഡിസിപ്ലിനറി ലെവൽസ് അല്ലെങ്കിൽ പല തലത്തിലുള്ള റിസർച്ച് നടന്നേ പറ്റൂ. അപ്പൊ മലയാളം യൂണിവേഴ്സിറ്റിയുടെ റിസർച്ച് കൊണ്ട് മാത്രം നമുക്ക്, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ റിസർച്ച് കൊണ്ട് മാത്രം അതിന് മുൻനിരയിൽ വരാൻ പറ്റത്തില്ല. നമ്മുടെ IIT-കൾ പോലും ഈ വിദ്യാഭ്യാസ നയത്തിൽ, IIT-കൾ ഇപ്പോഴും ഹ്യൂമാനിറ്റീസിന്റെ കോഴ്സുകളുണ്ട്, എന്നാൽ അത് കൂടുതൽ ഡൈവേഴ്സിഫൈ ചെയ്യണമെന്നാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്നത്. അപ്പൊ എല്ലാ കോഴ്സുകളും എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടാകും. ഇനി കോളേജുകളെ കുറിച്ച് പറയുന്നു. കോളേജുകളെല്ലാം ഡിഗ്രി ഗ്രാൻഡിങ് ആയിട്ടുള്ള ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് മാറണം. അല്ലെങ്കിൽ ചില കോളേജുകൾ ഒരുമിച്ച് ചേർന്ന് ഒരു യൂണിവേഴ്സിറ്റി ആകുകയും ആ കോളേജുകളെല്ലാം കോൺസ്റ്റിറ്റ്യൂവന്റ് യൂണിവേഴ്സിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് കോളേജുകളായിട്ട് നിലനിൽക്കുകയും വേണം. അപ്പൊ അഫിലിയേറ്റിംഗ് സിസ്റ്റം എടുത്തു കളയും. ഇനിമേൽ അഫിലിയേറ്റിംഗ്, ഈ പുതിയ വിദ്യാഭ്യാസ നയം ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ, പൂർണ്ണമായി കഴിയുമ്പോൾ അഫിലിയേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഓരോ കോളേജുകളും അതിന് പ്രാപ്തമായിരിക്കണം. ഡിഗ്രി അവാർഡ് ചെയ്യാൻ, അവരുടെ ഡിഗ്രി അവാർഡ് ചെയ്യണമെങ്കിൽ അവരുടെ ഡിഗ്രിക്ക് വിലയുണ്ടാകും. അവരുടെ ഡിഗ്രിക്ക് വിലയുണ്ടാകുക എന്ന് പറഞ്ഞാൽ അവിടുന്ന് പാസ്സാകുന്ന വിദ്യാർത്ഥികൾ എംപ്ലോയബിൾ ആയിരിക്കണം, അവർക്ക് ഒത്തിരി ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം അവർക്ക്, അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ആ രീതിയിൽ ഓരോ സ്ഥാപനങ്ങളും വളരേണ്ടതുണ്ട്. ഇപ്പൊ രണ്ടു തരത്തിലുള്ള കോളേജുകളേ ഉള്ളൂ. ഒന്ന് ഡിഗ്രി ഗ്രാൻഡിങ് ഓട്ടോണമസ് കോളേജുകളും, അല്ലെങ്കിൽ ക്ലസ്റ്റർ ഓഫ് കോളേജസ് ചേർന്നുള്ള യൂണിവേഴ്സിറ്റി, കോൺസ്റ്റിറ്റ്യൂവന്റ് കോളേജുകൾ, യൂണിവേഴ്സിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് കോളേജുകൾ. അഫിലിയേറ്റിംഗ് സിസ്റ്റം ഇല്ലാതാണ്. അതാണ് പുതിയ വിദ്യാഭ്യാസത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട വേറൊരു മാറ്റം. ഞാൻ PG കോഴ്സിനെ കുറിച്ച് പറഞ്ഞു. 4 വർഷം ഡിഗ്രി കോഴ്സ് പഠിച്ചാൽ 1 വർഷം കൊണ്ട് PG കംപ്ലീറ്റ് ചെയ്യും. അതല്ല 3 വർഷം ഡിഗ്രി കോഴ്സ് ചെയ്ത ആൾക്ക് 2 വർഷം കൊണ്ട് ചെയ്യാനുള്ള അവസരവും ഉണ്ടാകും. അപ്പൊ അവിടെയും നമുക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അത് കഴിഞ്ഞ് റിസർച്ചിന് ജോയിൻ ചെയ്യും. ഈ 4 വർഷത്തെ കോഴ്സ് കഴിഞ്ഞും റിസർച്ചിന് ജോയിൻ ചെയ്യാനുള്ള അവസരം. അപ്പൊ 4 വർഷത്തെ അപ്പൊ അവിടെയും നമുക്ക് അവസരങ്ങൾ കൂടി വരുവാണ്. റിസർച്ചും നമുക്ക് മാറി ചെയ്യാൻ. എനിക്കറിയാം, വർത്തമാന കോളേജിൽ ഞാൻ ഒരിക്കല് മാത്തമെറ്റിക്സിന് ടോക്കിന് വേണ്ടി ഒരാളെ ഐസറിൽ നിന്ന് വിളിച്ചപ്പോൾ, ഒരു പ്രൊഫസറെ ഐസറിൽ നിന്ന് വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ബേസിക് ഡിഗ്രി എഞ്ചിനീയറിംഗ്. അത് കഴിഞ്ഞ് അമേരിക്കയിൽ പഠിക്കാൻ പോയി. അമേരിക്ക പഠിക്കാൻ പോയ ഉടനെ അവിടെ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞു, നീ മാത്തമെറ്റിക്സിന്റെ ഇന്ന കോഴ്സ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിനകത്ത് റിസർച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ മാത്തമെറ്റിക്സിന്റെ ആ കോഴ്സ് അദ്ദേഹം ചെയ്ത ഉടനെ അദ്ദേഹത്തിന് ഇനി എഞ്ചിനീയറിംഗ് അല്ല റിസർച്ച് ചെയ്യേണ്ടത്, മാത്തമെറ്റിക്സിലാണ് റിസർച്ച് ചെയ്യേണ്ടത്. അപ്പൊ മാത്തമെറ്റിക്സിൽ റിസർച്ച് ചെയ്തു. ഇവിടെ ആണെങ്കിൽ അത് നടക്കത്തില്ല. എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാൾക്ക് അയാൾ പഠിച്ച ഏത് മേഖലയാണോ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, PG പഠിച്ച മേഖലയിൽ മാത്രമേ റിസർച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ കുറച്ചുകൂടെ ഓപ്ഷൻസ് നമുക്ക് കിട്ടുക. അതും ഈ ഫോറിൻ യൂണിവേഴ്സിറ്റികളുടെ സിസ്റ്റം ഇങ്ങോട്ട് വരുവാണ്. അപ്പൊ എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്ക് മാത്തമെറ്റിക്സ് റിസർച്ച് ചെയ്യാനുള്ള കോമ്പിറ്റൻസി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തെടുക്കാമെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ അതിനുള്ള അവസരം ഇവിടെ കിട്ടും. അപ്പൊ ആ രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും പറയുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയുന്ന. ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയുന്നില്ല. മാത്രമല്ല, നിങ്ങൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കാര്യങ്ങൾ കൂടുതൽ പറയാമല്ലോ. അതുകൊണ്ട് ഞാൻ ഈ രീതിയിൽ ഒരു തുടക്കമിടുന്നേ ഉള്ളൂ. പിന്നെ ലോകത്തിലെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള 100 യൂണിവേഴ്സിറ്റികൾക്ക്, അതിലത്തെ റാങ്കിങ്ങിൽ ആദ്യം നിൽക്കുന്ന 100 യൂണിവേഴ്സിറ്റികൾക്ക് ഇന്ത്യയിൽ അവരുടെ ക്യാമ്പസ് തുടങ്ങാനുള്ള അവകാശമുണ്ട്. അപ്പൊ നമ്മുടെ സ്ഥാപനങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഫോറിൻ യൂണിവേഴ്സിറ്റികളുമായിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ടി വരും. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ നിലവാരം കൂടെ ഉയർത്താൻ വേണ്ടിയുള്ളൊരു ഭാഗമായിട്ടാണ് കാണുന്നത്. പക്ഷെ ഇതിനകത്ത് കൊമേഴ്ഷ്യലൈസേഷൻ നടക്കാം. കാരണം കാശുള്ളവർ, അല്ലെങ്കിൽ കൂടുതൽ മുടക്കാൻ തയ്യാറുള്ളവരെ നല്ല സ്ഥാപനങ്ങളിൽ, അല്ലെങ്കിൽ വിദേശ യൂണിവേഴ്സിറ്റികളുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുകയും മറ്റുള്ളവർക്ക് അവസരം പോവുകയും ചെയ്യും. എന്നാൽ കൊമേഴ്ഷ്യലൈസേഷൻ കെർബ് ചെയ്യാനായിട്ട്, അത് ഇല്ലാതാക്കാനായിട്ടുമുള്ള ഒരു വകുപ്പ് ഇതിൽ പറയുന്നുണ്ട്.
നമുക്ക് ഞാൻ മുമ്പേ പറഞ്ഞ 1 ലക്ഷം കോടി രൂപയാണ് ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ GDP-യുടെ 6% വിദ്യാഭ്യാസ രംഗത്തായി നാം ചിലവാക്കേണ്ടത് എന്നാണ് പൊതുവെയുള്ള സങ്കല്പം. എല്ലാ വിദ്യാഭ്യാസ കമ്മീഷനുകളും അത് പറഞ്ഞിട്ടുണ്ട്. കോത്താരി കമ്മീഷനും അത് കഴിഞ്ഞുള്ള 86-ലെ പോളിസിയിലും എല്ലാം അത് പറയുന്നുണ്ട്. GDP-യുടെ 6%. GDP-യുടെ 6% എന്ന് പറയുമ്പോൾ ഏകദേശം 6 ലക്ഷം കോടി രൂപയാണ്. മുമ്പേ ഞാൻ പറഞ്ഞു 1 ലക്ഷം കോടി രൂപയെ നമ്മൾ ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്നുള്ളെന്ന് പറഞ്ഞു. അപ്പൊ ബാക്കിയുള്ളത് ആരാ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഗവൺമെന്റ് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് കരുതാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഈ മറ്റ് ഏജൻസികളും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും വിദ്യാഭ്യാസ രംഗം സാർവത്രികമാക്കാനും വേണ്ടിയുള്ള നയങ്ങൾ ഇതിൽ പറയുന്നത്. എന്നാൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ട്രസ്റ്റോ ഒരു ഏജൻസിയോ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയാൽ അതിൽ നിന്ന് എന്തെങ്കിലും എക്സസ് പണം കിട്ടുവാണെങ്കിൽ അത് വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ മുടക്കിയേ പറ്റത്തുള്ളൂ. ആ സ്ഥാപനത്തിൽ തന്നെ മുടക്കണം. അതിനുവേണ്ടിയുള്ള ഓഡിറ്റിംഗ് ഇതിൽ പറയുന്നുണ്ട്. അല്ലാതെ അത് സ്ഥാപനം നടത്തുന്ന ആൾക്ക് കാറ് വാങ്ങിക്കാനും അല്ലെങ്കിൽ അയാളുടെ പ്രോഫിറ്റ് ആയിട്ട് എടുത്തുകൊണ്ട് പോകാനും സാധ്യമല്ല. അത് എത്രത്തോളം നമ്മുടെ സാഹചര്യത്തിലൊക്കെ നടപ്പിലാക്കപ്പെടും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിൽ പോലും ആ രീതിയിൽ കൊമേഴ്സ്യലൈസേഷൻ ഒന്ന് ലിമിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ, നമുക്കറിയാം VIT ഇന്ത്യയിലെ ഒരു വലിയ യൂണിവേഴ്സിറ്റി ആയിട്ട് വളർന്നു കഴിഞ്ഞു, ഒരു സ്വകാര്യ സർവകലാശാലയാണ്. അപ്പോ അവർക്ക് ഇഷ്ടം പോലെ പണം വരുന്നുണ്ട്, കോടിക്കണക്കിന് രൂപ വരുന്നുണ്ട്. ഈ രൂപ അവർ അവിടെ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ പുതിയ വിദ്യാഭ്യാസ പോളിസി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സ്ഥാപനങ്ങൾ വളരും. മാത്രമല്ല അമിതമായിട്ടുള്ള ഫീസ് അവർ പിരിക്കാൻ സാധ്യതയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിനും നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഉണ്ടല്ലോ. ഈ വിദ്യാഭ്യാസ നയം 10 വർഷം കൊണ്ട് 100%, 5 വർഷം കൊണ്ട് 2025 ആകുമ്പോഴത്തേക്ക് 100% സ്കൂളിലെ എൻറോൾമെന്റ്. ഇപ്പോൾ 3 കോടി വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ ഡ്രോപ്പ് ഔട്ട് ആയിട്ടോ അല്ലെങ്കിൽ സ്കൂളുകളിൽ പോകാത്തവരോ ആയിട്ടുണ്ട്. ഇന്ത്യയിൽ 3 കോടി 3.22 എന്നാണ് ഈ പോളിസിയിൽ അവർ കണക്ക് പറഞ്ഞേക്കുന്നത്. 3.22 crore വിദ്യാർത്ഥികൾ, ചിൽഡ്രൻ, അവരെ വിദ്യാഭ്യാസം ലഭിക്കാത്തവരുണ്ട്. ഇത് 100% വിദ്യാർത്ഥികളും സ്കൂളിൽ പോകണം 2025 ആകുമ്പോഴത്തേക്ക്. ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക്, കോളേജുകളിലേക്ക് പോകേണ്ടവരുടെ എണ്ണം ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ എന്നാണ് പറയുന്നത്. അതായത് എലിജിബിൾ ആയിട്ടുള്ള ആളുകളിൽ 50% ഹയർ എഡ്യൂക്കേഷൻ വേണം. 12ാം ക്ലാസ് പഠിക്കുന്നവരിൽ 50% യൂണിവേഴ്സിറ്റി ലെവലിലുള്ള പഠനത്തിന് പോകണം. അതാണ് ഇതിനകത്ത് വിഭാവന ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. പിന്നെ ഞാൻ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്കുള്ള ഇമ്പോർട്ടൻസ് കുറയും. ഞാൻ പറഞ്ഞല്ലോ 9, 10, 11, 12 സ്കൂൾ തലത്തിലുള്ള പരീക്ഷകളെ കുറിച്ച് പറയുന്നത്, പരീക്ഷകളെല്ലാം കുറയ്ക്കാൻ പോവുകയാണ്. ഓരോ സ്റ്റേജ് കഴിയുമ്പോഴുമാണ് പരീക്ഷ. മിഡിൽ സ്റ്റേജ് കഴിയുമ്പോൾ ഒരു പരീക്ഷ, പ്രിപ്പറേറ്ററി സ്റ്റേജ് കഴിയുമ്പോൾ ഒരു പരീക്ഷ, 12ാം ക്ലാസ് കഴിയുമ്പോൾ 10ാം ക്ലാസ്സിലെ പരീക്ഷ ഇല്ലാതാക്കുമെന്നും പറയുന്നില്ലെങ്കിൽ പോലും അതിന്റെ ഇമ്പോർട്ടൻസ് പോകും. ഇപ്പോഴേ നമ്മുടെ കോവിഡ് സാഹചര്യം കൊണ്ട് പറഞ്ഞു 10ലെ പരീക്ഷയും CBSE-യും ICSE എല്ലാം എടുത്ത് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ വിദ്യാഭ്യാസ നയത്തിന്റെ ഒരു ഭാഗമായിട്ട് വേണമെങ്കിൽ അത് കണക്ക് കൂട്ടാം. വിദ്യാഭ്യാസ നയത്തിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ ആയിട്ട് അത് കണക്ക് കൂട്ടാം. അപ്പൊ ആ രീതിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും. ചില പ്രത്യേകമായിട്ടുള്ള നേട്ടങ്ങൾ ഉള്ളതെന്ന് പറയുന്നത് മദർ ടങ്ങിലുള്ള വിദ്യാഭ്യാസം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, കൂടുതൽ സാർവത്രികം ആക്കാൻ ശ്രമിക്കുന്നു. ഹയർ ലെവലിലേ ഉള്ളൂ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. ഞാൻ ഈ പറഞ്ഞ പോലെ 50% എൻറോൾമെന്റ് ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ ഉണ്ടാക്കുന്നു. മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നു. റിസർച്ച്, അതിനായിട്ടൊരു ഏജൻസി ഉണ്ട്. സ്ട്രോങ് റിസർച്ച് കൾച്ചർ കൊണ്ടുവരാനായിട്ട് ഒരു ഏജൻസി ഉണ്ട്. മാത്രമല്ല മുമ്പേ ഞാൻ പറഞ്ഞു, പല മൾട്ടി ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റി ആകുമ്പോൾ പല ഏജൻസികളുണ്ട്, കൺട്രോൾ ചെയ്യുന്ന പല ഏജൻസികളുണ്ട്. AICTE ഉണ്ട്, പിന്നെ മെഡിക്കൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എഡ്യൂക്കേഷന് വേണ്ടിയുള്ള ഏജൻസികളുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് ഒറ്റ ഏജൻസി ആകും ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ. അതിന് പല വിങ്ങുകളുണ്ട്. ഗ്രാൻസ് കൊടുക്കുന്ന ഒരു വിങ് ഉണ്ടായിരിക്കും, അക്രഡിറ്റേഷൻ ആയിട്ടുള്ള ഒരു വിങ് ഉണ്ട്. ഈ രീതിയിൽ അതുണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെ അത് ക്രമീകരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ചുരുക്കത്തില് വിദ്യാഭ്യാസ നയത്തെ കുറിച്ച് പറയാനുള്ളത്. ഇനി എനിക്ക് തോന്നുന്നു കൂടുതൽ ബാക്കിയുള്ളവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് തോന്നുന്നു. പറയാൻ ഒരുപാടുണ്ട്, പക്ഷെ ഞാൻ നീട്ടുന്നില്ല. നീട്ടിക്കൊണ്ട് പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാനത് ചുരുക്കിയാണ്. സ്കൂൾ ലെവലിലുള്ള പ്രോഗ്രസ് റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് വളരെ അവരുടെ മാർക്കുകൾ എഴുതുമല്ല, അവരുടെ ടോട്ടൽ
പേഴ്സണാലിറ്റി ആണ് അവിടെ റിഫ്ലക്ട് ചെയ്യപ്പെടേണ്ടത്. ആ രീതിയിലൊക്കെ പറയുന്നുണ്ട്. വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ഡോക്യുമെന്റ് ആണ് ഇത്. പക്ഷെ അത് നമുക്ക് അവൈലബിൾ ആണ്, നെറ്റിൽ അവൈലബിൾ ആണ്, എടുത്ത് വായിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാനിവിടെ ചുരുക്കിയാണ്. താങ്ക് യു ജേക്കബ് സാർ. ശരിക്കും ഒരു ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരു സിനിമ കാണുന്ന ഒരു പ്രതീതിയോടുകൂടിയാണ് ഞാൻ ഇവിടെ ഇരുന്നത്. കാരണം നമ്മുടെ വരാൻ പോകുന്ന തലമുറ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് അതിന്റെ പൂർണ്ണമായിട്ട് പറഞ്ഞില്ലെങ്കിലും അതിന്റെ സൂചനകൾ നൽകുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പഴയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു സമഗ്രമായ മാറ്റത്തിന്റെ നാന്ദി കുറിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇതിനകത്ത് സാറ് പറയാതെ പോയ ചില കാര്യങ്ങൾ എനിക്ക് എൻ്റെ ചിന്തയിൽ കൂടെ വന്നത്, അതായത് നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്ന് വരെ അതൊരു കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന, അതായത് ഭരണഘടനയുടെ 1976 അമെന്റ്മെന്റില് ആണ് വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത്. അതായത് സ്റ്റേറ്റിനും സെൻട്രലിനും ജോയിന്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആണ് വിദ്യാഭ്യാസത്തിന്റെ നയം രൂപീകരിക്കുന്നതിൽ ഉള്ളത്. ഇപ്പോൾ ഈ പുതിയ നയം പ്രഖ്യാപിച്ചതോടുകൂടി അത് സെന്ററിന്റെ മാത്രം ഉത്തരവാദിത്വമായിട്ട് മാറുകയാണ്. സ്റ്റേറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നയമാണ് ഇത് എന്നുള്ളത് ഒരു കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ത്യയെ പോലെ ഇത്രയും ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് ഇത്രയും പലതരത്തിലുള്ള സാംസ്കാരിക, ഭാഷാപരമായിട്ടുള്ള, മതപരമായിട്ടുള്ള വേർതിരിവുകൾ നിലനിൽക്കുന്ന ഒരു വലിയ ഒരു രാജ്യത്ത് സെന്റർ ഈ വിദ്യാഭ്യാസ നയം ഡിക്റ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. സാർ പറഞ്ഞ ഭാഷയുടെ കാര്യത്തിൽ തന്നെ, അതായത് 3 ഭാഷകൾ കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞത്, അത് 3ഉം പഠിക്കണോ അതോ 3-ലേതിൽ ഒരെണ്ണം കമ്പൽസറി ആവുകയാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഉറുദു, ഇംഗ്ലീഷ് ആൻഡ് സംസ്കൃതമാണ് പറഞ്ഞിരിക്കുന്നതാണ് എൻ്റെ ഓർമ്മ. അത് ഉറുദു, ഹിന്ദി, അതോ ഉറുദു, സംസ്കൃതം, ഹിന്ദിയാണ്. അതൊക്കെ വളരെ, അത് സ്റ്റേറ്റിന് ഇതൊന്നും നിശ്ചയിക്കുന്നതിൽ സംസ്ഥാനങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്നുള്ളത് വളരെ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് ഇന്ത്യൻ പാർലമെന്റിൽ ഇതിനെക്കുറിച്ച് ഒരു ചർച്ചയും നടത്താതാണ് ഇത് നയമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പം കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന്റെ ചില അടിസ്ഥാനപരമായിട്ടുള്ള ചില പ്രത്യേകതകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് പല പ്രധാനപ്പെട്ട നയപ്രഖ്യാപനങ്ങളും ഒരു പാർലമെന്റിനെ ഒഴിവാക്കിക്കൊണ്ട്, ഒരു ചർച്ച ഒഴിവാക്കിക്കൊണ്ടുള്ള ചില അടിച്ചേൽപ്പിക്കലുകളാണ്. അതിൽ വിദ്യാഭ്യാസത്തെയും പെടുത്തിയത് വളരെ തെറ്റായ ഒരു സന്ദേശം നൽകുന്നില്ല എന്ന് എനിക്കൊരു സംശയം തോന്നുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ 6% GDP-യുടെ 6% വിദ്യാഭ്യാസത്തിന് മാറ്റിവെക്കണമെന്ന് പറയുന്നത്, അത് എങ്ങനെ ആ പണം കണ്ടെത്തും എന്നുള്ളതിനെ കുറിച്ച്, അല്ലെങ്കിൽ അതിനുള്ള വഴികളെ പറ്റി ഒന്നും ഈ നയത്തിൽ പറയുന്നില്ല എന്നുള്ളതാണ് ഇതിനെക്കുറിച്ചുള്ള വേറൊരു പരാതി. അതായത് 0.61% ഇപ്പം ചെലവാക്കുന്നതിൽ നിന്ന് 6%-ലേക്കുള്ള ഒരു കുതിപ്പ്, അതിന് വളരെ വ്യക്തമായിട്ടുള്ള, ചുമ്മാതെ നമ്മൾ എഴുതി വെച്ചത് കൊണ്ട് കാര്യമില്ല. അത് എങ്ങനെ, ഇപ്പൊ സാറ് പറഞ്ഞു ഫോറിൻ അല്ലെങ്കിൽ പ്രൈവറ്റ് ഫണ്ടിങ്ങിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു, അതിനെപ്പറ്റി പക്ഷേ നയത്തിൽ അങ്ങനെ പറയുന്നില്ല. നയം നമ്മൾ ഊഹിച്ചെടുക്കുകയാണ്, അതായിരിക്കും അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ ഊഹിക്കുകയാണ്. അപ്പൊ ആ ഒരു വ്യക്തത കുറവ് ഒരു പ്രശ്നമായിട്ട് തോന്നുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കോളേജ് അഫിലിയേഷനുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അഫിലിയേഷനുകൾ മാറ്റിയിട്ട് എല്ലാം ഈ ഓട്ടോണമസ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്നത് എത്രമാത്രം അശാസ്യമാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനെക്കുറിച്ചുള്ള പത്രവാർത്തകളിൽ നിന്ന് എൻ്റെ ഓർമ്മയിൽ നിന്നും പറയുകയാണ്. ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഒരുപാട് നന്മ ഇതിൽ നമ്മൾ കാണുമ്പോഴും ഇങ്ങനെയുള്ള ചില ഒളിച്ചു വെച്ചിരിക്കുന്ന ചില തിന്മയുടെ ഒളി മിന്നലുകൾ കണ്ടില്ല എന്ന് നടിക്കുവാൻ പറ്റുന്നില്ല. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള സംസാരിക്കാനായിട്ട് കൂടുതൽ യോഗ്യരായിട്ടുള്ള ആളുകളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മെമ്പേഴ്സിൽ നല്ലൊരു ശതമാനം, ഒരു മെജോറിറ്റി, ഒരു ഗ്രൂപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്.
അവർക്ക് അഭിപ്രായ പ്രകടനങ്ങൾക്കായിട്ടുള്ള സമയമാണ്. വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി ഇതിനെ സമ്പന്നമാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അഭിപ്രായങ്ങൾ പറയാം. സാജൻ അൺമ്യൂട്ട് ചെയ്യണം. പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങളുടെ ചൂട് വിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ജേക്കബ് സാറ് was trying to color a too rosy picture of the new education policy എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ക്രിറ്റിസിസം ഒന്നും തന്നെ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും തന്നെ റേസ് ചെയ്യാൻ സാറ് എന്തുകൊണ്ടോ ശ്രമിച്ചില്ല. പക്ഷെങ്കിൽ ഓൾടുഗദർ ഒരു നല്ല അവലോകനമാണ് നമ്മളുടെ ഏൻഷ്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം തൊട്ട് പ്രസന്റ് സീനറിയോ വരെയുള്ളൊരു നല്ല ഒരു 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 നറേറ്റീവാണ് സാറ് ചെയ്തത്. എൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ക്രിറ്റിസിസം ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയെ കുറിച്ച് പ്രസിഡന്റ് പറഞ്ഞത് തന്നെയാണ്. ഒന്ന്, നമ്മളുടെ തീവ്ര വലതുപക്ഷ ഒരു പാർട്ടിയുടെ വൺ നേഷൻ, വൺ ലാംഗ്വേജ്, എല്ലാം വൺ റൂളർ എന്നുള്ള ഒരു ഫോക്കസ് ആണ് ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിലും വന്നിരിക്കുന്നത്. ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, മാർക്കറ്റിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് കുറെ പ്രോഡക്റ്റുകളെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്ട്രക്ചേർഡ് സംവിധാനം ആണ് അവര് ഉദ്ദേശിക്കുന്നതെന്നാണ് തോന്നുന്നത്. നമ്മളുടെ തോട്ട് പ്രോസസ് നമുക്കറിയാം. നമ്മളുടെ കോത്താരി കമ്മീഷൻ ആയാലും ശരി, നമ്മളുടെ എഡ്യൂക്കേഷന്റെ വിവിധ തരത്തിലുള്ള ഡെഫിനിഷനിലാണ് ശരി, എഡ്യൂക്കേഷൻ ഇസ് ലിബറേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇസ് ലൈറ്റിംഗ് ഓഫ് ദ ഫ്ലെയിം എന്നൊക്കെയുള്ള വലിയ കാഴ്ചപ്പാടിൽ നിന്ന് ഒരു തോട്ട് പോലീസിംഗിലേക്ക് ഇത് ചുരുക്കി ഈ അതിന്റെ ഫോക്കസ് അതാണ്. അല്ലെങ്കിൽ സംസ്കൃതം, അല്ലെങ്കിൽ സനാതന ധർമ്മം, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്കറിയാം എല്ലാത്തിൻ്റെയും ആ ലിബറേഷൻ അല്ലെങ്കിൽ ഫ്രീ ഒരു പ്രസ്, ഇതൊക്കെ കൂടിയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഒരു റിഗ്രസീവ് നേച്ചറാണ് ഇതിന്റെ എല്ലാം കാണുന്നത്. ഒരുപക്ഷെ ഒത്തിരി ഈ വൊക്കേഷണലൈസേഷൻ തീർത്തും വലിയ പ്രാതിനിധ്യം കൊടുക്കുന്നു, അഫിലിയേഷൻ സിസ്റ്റം മാറ്റുന്നു, അല്ലെങ്കിൽ അലാക്കാർട്ട് കോഴ്സുകൾ എടുക്കാം. ഇതൊക്കെ വലിയ അഡ്വാൻറ്റേജസ് ആയിട്ടുണ്ടെങ്കിൽ പോലും നമ്മളുടെ ആസ് എ നേഷൻ നമ്മളുടെ മനസ്സുകളൂടെ കൈയടക്കാനുള്ള ശ്രമമാണ് എഡ്യൂക്കേഷനിലൂടെ നടക്കുന്നതെന്നുള്ളൊരു പ്രധാനപ്പെട്ട ക്രിറ്റിസിസമാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. അത് ഒളിഞ്ഞും തെളിഞ്ഞും ഈ പോളിസികൾ ഉടനീളമുണ്ട്. നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞ് രാജീവ് ഗാന്ധി കൊണ്ടുവന്ന ആ പോളിസിയിൽ ഇതൊക്കെ തന്നെയാണെങ്കിലും അതിന് ഒരു വലിയ ഫ്രീഡം, ഒരു അക്കാഡമിക് ഫ്രീഡം ഉണ്ടായിരുന്നു. മറിച്ച് ഇപ്പോൾ അതിൻ്റെ നമുക്കറിയാം യൂണിവേഴ്സിറ്റിയിൽ ഈ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് വന്ന നമ്മുടെ UGCയിൽ നിന്ന് വന്നൊരു സർക്കുലറിനകത്ത് പറയുന്നത്, നിങ്ങൾ കാശ്മീരിനെ കുറിച്ചോ അല്ലെങ്കിൽ ആഭ്യന്തര കാര്യങ്ങളെ കുറിച്ചോ കോൺഫറൻസോ അല്ലെങ്കിൽ സെമിനാറോ കൊളോക്കിയോ ഒക്കെ നടത്തിയാൽ ആദ്യമേ തന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു പെർമിഷൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അധികാരിൽ നിന്നും വാങ്ങണമെന്നാണ്. അപ്പം നമ്മളിതൊന്നും അക്കാഡമിക്സ് പോലും അക്കാഡമിക് പേഴ്സൺസ് പോലും ഇതൊന്നും ചർച്ച ചെയ്യല്ല എന്നുള്ളൊരു ഗൂഢമായ ലക്ഷ്യം. അതാണ് ഈ മൊത്തത്തിൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു അണ്ടർലൈൻ ഫാക്ടറായിട്ട് എനിക്ക് തോന്നുന്നു. വാട്ട് എവർ സെഡ് ആൻഡ് ഡൺ, അത് നമ്മൾ പറയുന്ന പോലെ ഓൾ സെഡ് ആൻഡ് ഡൺ, ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇതാണ്. ഏത് നമ്മളുടെ മനസ്സുകളെ കൂടെ ഇതിൽ നിന്ന് പിടിച്ചെടുക്കാൻ ഉള്ളൊരു ശ്രമം നടക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഒത്തിരി നല്ല കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഞാൻ അതിനോടൊക്കെ യോജിക്കുന്നു സാറ് പറഞ്ഞതിനോട്. പക്ഷെ ഈ ഒരു ഓവർ-ആർച്ചിങ് ഫിയർ ഓഫ് കവിങ് ഡൗൺ ഇൻഡിവിജ്വൽസ്, അങ്ങനെ അക്കാഡമിക് ഫ്രീഡം അല്ലേ നമ്മളുടെ ബുദ്ധിജീവികളോ അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമീഷ്യൻസിനോ ഒന്നും തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത ഒരു സിസ്റ്റത്തിലേക്ക് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ ഒറ്റ ഏകശിലാരൂപമായി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഇതിന്റെ ആ തുടക്കമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനം. താങ്ക് യു സാജൻ. അഭിപ്രായങ്ങൾ പോരട്ടെ, പറയാൻ ഒരുപാട് അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ. നമ്മുടെ ജേക്കബ് സാറിന്റെ പ്രസന്റേഷന് വളരെയധികം ഒരു
വളരെ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഇത് വന്നപ്പോൾ മുതൽ ഇടയ്ക്കിടയ്ക്ക് ഈ യൂട്യൂബിൻ്റെ അകത്ത് നിന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. യൂട്യൂബിലുള്ള പല പ്രശ്നങ്ങളും അതിനകത്ത് ഒപ്പീനിയൻസ് ഒക്കെ കൂടുതൽ പറയുകയൊക്കെ ചെയ്യുമെങ്കിലും ഇതുപോലെ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് ഒരു ഓവർവ്യൂ സാധനം പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ് ഫ്രം ദി ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ആയിട്ട് കൊണ്ടുവന്നിട്ട് അത് പിന്നെ അതിൻ്റെ ഉള്ള ചേഞ്ച് വന്നത് നമ്മൾ ഇതിലേക്ക് ഉള്ള ഷിഫ്റ്റും ഒരു ഹിസ്റ്റോറിക് ബാക്ക്ഗ്രൗണ്ടിലൂടെ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു നല്ലൊരു ഐഡിയ കിട്ടുന്നതിന് സഹായമായിട്ടുണ്ട്. നേരത്തെ ഒരു ചെറിയ സംശയം എനിക്കുള്ളത്, ഈ നമ്മൾ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റിന് ഇപ്പൊ നമ്മൾ 4 years ഈ ഡിഗ്രിയുമായിട്ട് കണക്ട് ചെയ്ത് 3-4 ആയി. പിന്നെയുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് നേരത്തെ നമ്മുടെ രീതിയിൽ 2 വർഷം എന്നും പറഞ്ഞൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് ചെയ്യാമായിരുന്നു. അതിന്റെ എങ്ങനെയാണെന്നുള്ള ഒന്നുകൂടെ ഒന്ന് ക്ലാരിറ്റി കിട്ടിയാൽ കൊള്ളാം. പിന്നെ ഉള്ളതെന്ന് വെച്ചാല് നമ്മുടെ ഇപ്പോഴത്തെ ഈ സാറ് പറഞ്ഞൊരു കാര്യം, ഈ ഓരോ കോളേജുകളും ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ. ഇപ്പോഴാണെങ്കിൽ ഇന്ത്യയിലെ 950 യൂണിവേഴ്സിറ്റിയും 50,000 കോളേജും 3.5 കോടി കുട്ടികളുമാണ്. മുൻപേ പറഞ്ഞ പോലെ 26% നിന്ന് ഈ എൻറോൾമെന്റ് ഫോർ യൂണിവേഴ്സിറ്റി 50% ആക്കാൻ ശ്രമിക്കുന്നു. അപ്പം ഈ 950 യൂണിവേഴ്സിറ്റിയുടെ തന്നെ പല യൂണിവേഴ്സിറ്റികളും ഡീംഡ് യൂണിവേഴ്സിറ്റി അല്ല ഇപ്പോൾ. അതിൽ വളരെ സെലക്റ്റീവ് ആയിട്ടേ ഉള്ളൂ. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ 50,000 കോളേജുകളെ അതിലേക്ക് ഉള്ള അതിനെ എങ്ങനെ അത് പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി വളരെയധികം സംശയാസ്പദമാണ്. പിന്നെ ഇതിന്റെയൊക്കെ അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു ചട്ടക്കൂടാണ് നമ്മുടെ ഈ ഒരു പോളിസി എന്ന് പറയുന്നത്. അതിന്റെ ഒരു ചട്ടക്കൂടല്ലാതെ ആ കണ്ടന്റിന്റെ ഹൗ ടു ഗോ അബൌട്ട് എഡ്യൂക്കേഷൻ എന്നുള്ളതിന് ഇമ്പാർട്ടിങ് ഓഫ് ഇൻഫർമേഷൻ റാദർ ദാൻ നോളജ് ആൻഡ് വിസ്ഡം. നമ്മുടെ സാർ ആദ്യം തന്നെ സൂചിപ്പിച്ചു, നമ്മുടെ തക്ഷശിലയിലും മറ്റേ ഉണ്ടാകുന്ന ഒരു അതിന്റെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് മോക്ഷ എന്നുള്ളത് അന്നത്തെ നമ്മുടെ വൈദിക് പീരീഡിൽ പറയുന്ന മോക്ഷയുടെ വളരെ വൈഡ് മീനിങ് ആയിരുന്നു. ഇപ്പോഴത്തെ കോളേജിൽ എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ നല്ലൊരു പൗരനാക്കാനാന്ന് പറഞ്ഞാൽ നമ്മൾ ഉൾപ്പെടെ ചിരിക്കും. മോശം പോട്ടെ, ഒരു നല്ലൊരു പൗരനാക്കാൻ എന്ന് പറഞ്ഞാൽ പോലും എല്ലാവരും കൂടെ പൊട്ടിച്ചിരിക്കും. ആ ഒരു സമയത്ത് ഈ ഉള്ള ഒരു എഡ്യൂക്കേഷനുള്ള കൊടുക്കുന്ന മീനിങ്ങും കണ്ടന്റും ഈ മൊത്തം ഇതിനകത്തെങ്ങും ഈ എഡ്യൂക്കേഷൻ പോളിസിയിൽ എവിടെയും പറഞ്ഞതായിട്ട് ആരും പറഞ്ഞു കേട്ടില്ല. അപ്പൊ അതിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്? അപ്പം ഏതായാലും ഈ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു സാറിന്റെ എന്നാണ് എൻ്റെ. ഹലോ പറഞ്ഞോളൂ. ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ. നല്ല ഒരു ലേണർ ക്ലാസ് ഉണ്ട്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. പിന്നെ എനിക്ക് ഒരു 1-2 ഒബ്സർവേഷൻ ഉള്ളത്. നിങ്ങൾ സാറ് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തി അല്ല ശരിക്കും പറഞ്ഞ, പക്ഷെ അതുമായിട്ട് ബന്ധപ്പെടുത്താതിരിക്കാനും പറ്റത്തില്ല. അതായത് എഡ്യൂക്കേഷന്റെ ആ ചട്ടക്കൂടുകൾ കംപ്ലീറ്റ് മാറ്റിയെങ്കിലും വാസ്തവത്തില് ഇതിനു മുൻപേ നമ്മൾ രാജീവ് ഗാന്ധിയെ കുറിച്ച് പറഞ്ഞു, മൻമോഹൻ സിംഗിന്റെ പോളിസികളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഹയർ എഡ്യൂക്കേഷന് കൊടുത്തിരുന്ന ആ ഒരു വലിയ ഇൻസെന്റീവ് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ജഗൻ അറിയാൻ പറ്റും, കോളേജസില് ഇപ്പം റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് FIP അവർക്ക് 3 വർഷത്തെ ലീവ്, അവർക്ക് സാലറി, പകരം ആള്, അങ്ങനെയൊക്കെ ഒരു ശാന്തമായിട്ടൊരു നല്ല രീതിയിലുള്ള റിസർച്ച് നടത്താനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്ന ഈ സിറ്റുവേഷനെ അത് കംപ്ലീറ്റ്ലി മാറ്റി. അവർക്ക് വേറെ ലീവില്ല, അവർക്ക് പകരം വേറെ ആളില്ല, ജോലിയിൽ തുടർന്നുകൊണ്ട് തന്നെ റിസർച്ച് ചെയ്യണം. ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നമുക്ക് GDP-യുടെ 6% എന്നുള്ളതിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ട് ഹ്യൂജ് എമൗണ്ട് ഇന്ത്യ ഗവൺമെന്റിന് കിട്ടുന്നുണ്ട്. ആ ഹ്യൂജ് എമൗണ്ടില് തീർച്ചയായിട്ടും നല്ലൊരു ശതമാനം വെറുതെ അവിടെ കിടക്കാണ് ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്നത് ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ പോളിസികളിൽ നിന്ന് ആ എമൗണ്ടുകൾ കൊടുക്കാതെ പ്രൊഫസേഴ്സിനൊക്കെ റിസർച്ച് ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം കുറയ്ക്കുക ചെയ്തേക്കുന്നത്. അത് എന്ത് ഉദ്ദേശത്തിലാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. എഡ്യൂക്കേഷന്റെ ഫർദർ റിസർച്ചസും വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം കുറയ്ക്കുക. മറ്റേ ഫോറിൻ യൂണിവേഴ്സിറ്റീസിൽ അങ്ങനെയല്ല. ഒരാൾക്ക് റിസർച്ച് ചെയ്യണമെന്ന് പറയുന്നത് എത്ര കോസ്റ്റ് ആയാലും ഗവൺമെന്റ് ഫണ്ട് ചെയ്യും, ഗവൺമെന്റ് അസിസ്റ്റ് ചെയ്യും. ഇവിടെ നിങ്ങൾ റിസർച്ച് ചെയ്യണമെങ്കിൽ
നിങ്ങൾ ലീവൊന്നും എടുക്കാതെ അങ്ങനെ ജോലിയുടെ കൂടെ തന്നെ ഇരുന്നുകൊണ്ട് ചെയ്യണമെന്നുള്ള ആ ഒരു അന്തരീക്ഷമാണ് വന്നേക്കുന്നത്. അത് ഒരു വൈരുദ്ധ്യ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോൺട്രാഡിക്ടറി ആയിട്ടുള്ള ഒരു ഇതാണ്. അത് ശരിക്കും ഒരു ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഫോറിൻ യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു പ്ലാൻ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, നല്ലതാണ്. പിള്ളേർക്ക് പരീക്ഷ കുറയ്ക്കുന്നു, അല്ലെങ്കിൽ ഇപ്പം ലോവർ ലെവൽ പിള്ളേർക്ക് പഠിക്കണ്ട, എങ്കിൽ പോലും ഹയർ ലെവലിലേക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു അവർ കൊണ്ടുവന്നിരിക്കുന്ന ഈ പോളിസികൾ എത്രമാത്രം പ്രായോഗികമായിട്ട് പ്രയോജനപ്പെടുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. താങ്ക് യു ബോസലി. പറയാനുള്ളവര് പെട്ടെന്ന് പറഞ്ഞു പോണം. രാജനുണ്ട്, പണിക്കർ സാറുണ്ട്, ആനി. നിങ്ങളുടെ പേര് പറയുന്നത് നിങ്ങളൊക്കെ വിദ്യാഭ്യാസത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്യട്ടെ. ഈ നമ്മൾ കുറെ നാളുകളായിട്ട് ഇങ്ങനെ വിദ്യാഭ്യാസ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഇപ്പൊ നമ്മള് ഹയർ എഡ്യൂക്കേഷനിൽ 50% കുട്ടികളെ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സ്കൂൾ എഡ്യൂക്കേഷൻ തന്നെ മൊത്തം തകർന്നിരിക്കുകയാണ്. ഇപ്പൊ ഒരു 40 years ആയിട്ട് കോളേജ് ഞാൻ പഠിപ്പിക്കുന്നു. ഈ പിള്ളേർക്ക് അവരവരുടെ പേര് സ്പെല്ലിങ് തെറ്റാതെ എഴുതാൻ അറിയില്ല. പിന്നെ എക്സാമിനേഷൻസ് നമ്മൾ ഒഴിവാക്കുന്നെന്ന് പറയുന്നു. എക്സാമിനേഷൻസ് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ 10 വരെ, ഇപ്പൊ ഒരു കാലത്ത് നമുക്കെല്ലാം അറിയാം, നമ്മളൊക്കെ ഇച്ചിരി ഏജ് ഉള്ള ആളുകളാണല്ലോ, നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചിരുന്ന പരീക്ഷ ഉണ്ടെന്ന് വിചാരിച്ചെങ്കിലും പുസ്തകം എടുത്ത് തുറന്ന് വായിക്കും. ഇപ്പോൾ ഉള്ള പ്രശ്നം അതല്ല, 10th വരെ എല്ലാം ഓടിച്ചു വിടുകയാണ്. അത് കഴിഞ്ഞ് 11th 12th നമുക്കറിയാം എങ്ങനെയാ നടക്കുന്നത്. കാരണം ഞങ്ങൾ ഈ 12th കഴിഞ്ഞ പിള്ളേരെ കാണുന്നതാണ്. അവര് കോപ്പി അടിച്ച് ജയിക്കാനായിട്ടാണ് കോളേജിലോട്ട് വരുന്നത്. പക്ഷെ സ്കൂളിൽ അത്ര കോപ്പി അടി നടക്കുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഹെഡ് മാസ്റ്റർ തന്നെയാണ് ഇതിന്റെ കോപ്പി വാട്സാപ്പിൽ അധ്യാപകർക്ക് ആൻസർ കൊടുക്കാനായിട്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന കുട്ടികളെ നമ്മൾ എന്ത് ഹയർ എഡ്യൂക്കേഷനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഈ സാഫ്രണൈസേഷനെ പറ്റി സാജൻ പറഞ്ഞു, വളരെ സത്യമായ ഒരു സംഗതിയാണ്. ഇതെല്ലാം തീരുമാനിക്കുന്ന നാഗ്പൂരിലാണ്. എല്ലാവർക്കും ഇതൊരു വലിയൊരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ വിദ്യാർത്ഥികളെ മാനിപ്പുലേറ്റ് ചെയ്താൽ ഒരു രാഷ്ട്രം തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ കഴിഞ്ഞിടയ്ക്കാണ് അശോക യൂണിവേഴ്സിറ്റി, ഡൽഹിക്ക് അടുത്തുള്ള അശോക യൂണിവേഴ്സിറ്റിയിൽ വേൾഡ് ഫേമസ് ആയിട്ടുള്ള 2 പ്രൊഫസേഴ്സിനെ തട്ടി അവിടുന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അഭിപ്രായം പറഞ്ഞു, മോഡിയെ ക്രിട്ടിസൈസ് ചെയ്തു. ഒറ്റ കാര്യമേ ഉള്ളൂ. അപ്പം അക്കാഡമിക് ഫ്രീഡം ഇല്ല, ഒരു രീതിയിലുള്ള ഫ്രീഡവും നമ്മുടെ ക്യാമ്പസിൽ. ഇപ്പൊ സാജൻ പറഞ്ഞ കേട്ടില്ലേ, അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന്, ഏതെങ്കിലും ടോപ്പിക് എടുക്കുന്നതിന് അതിന് അനുവാദം വേണം. അപ്പൊ സ്കൂൾ എഡ്യൂക്കേഷൻ കുറച്ചും കൂടെ അടിസ്ഥാനം ഇടാതെ ഹയർ എഡ്യൂക്കേഷനിലോട്ട് വരുന്നതിന്റെ ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് കോളേജ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് കുറെ വർഷങ്ങളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ലാംഗ്വേജിന്റെ തന്നെയല്ല, കുട്ടികളെ എങ്ങനെയെങ്കിലും ഇങ്ങനെ പാസ്സായി വരികയാണ്. അപ്പൊ എൻ്റെ ഒരു ചിന്തയിൽ പഴയ രീതിയിൽ തന്നെ വീണ്ടും സ്ട്രിക്റ്റ് ആയിട്ട് സ്കൂളുകളിൽ പരീക്ഷകൾ നടത്തണം എന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ പരീക്ഷകൾ വേണ്ട എന്ന് പറയുമ്പോൾ കുട്ടികളൊന്നും പഠിക്കുന്നില്ല. കുറച്ചൊക്കെ നിർബന്ധിച്ചെങ്കിലേ കുട്ടികൾ പഠിക്കൂ എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഓട്ടോണമിയെ പറ്റി പറഞ്ഞ വലിയ തമാശയാണ്. ജേക്കബ് സാറിന് അറിയാമല്ലോ എത്ര അധ്യാപകരാണ് സത്യസന്ധമായിട്ട് ഇന്റേണൽ മാർക്സ് ഇടുന്നത്, എത്ര അധ്യാപകരാണ്. ഈ ഓട്ടോണമി കൊടുത്താൽ വീണ്ടും ഇത് തന്നെ സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ സാധാരണ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ കാര്യം ഞാൻ പറഞ്ഞു, IIMസിലെ പോലെ IITയിലെ കാര്യം എല്ലാം പറയുന്നത്. സാധാരണ നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഈ ഇന്റേണൽ മാർക്സും കാര്യങ്ങളും ഒക്കെ വെറുതെ ചുമ്മാ ഇട്ട് കൊടുക്കുകയാണ് പല അധ്യാപകരും. ചില കോളേജസ് ഉണ്ട്, പേര് പറയുന്നത് ശരിയല്ലെങ്കിലും ചില കോളേജിൽ ഇപ്പൊ ഞങ്ങൾ 20 മാർക്സ് ആണ് 100 മാർക്കില് 20 മാർക്ക് ഇന്റേണൽ, 20ൽ 20 ഇട്ട് കൊടുക്കും കുട്ടികൾക്കെല്ലാം. കുട്ടികളെ സൂചിപ്പിക്കാൻ വേണ്ടി അധ്യാപകർ ചെയ്യുന്ന. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഫുൾ ഓട്ടോണമിയിലോട്ട് നമ്മൾ പോകുക എന്ന് പറഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷന്റെ ആ സ്റ്റാൻഡേർഡ് മൊത്തമായി ഇടിഞ്ഞു താഴും. അല്ലെങ്കിൽ അധ്യാപകർ ആ അർത്ഥത്തിൽ ഉയരണം. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സിനെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ അധ്യാപകർ ആ അർത്ഥത്തിൽ ഒരു വളർന്ന് വരികയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമാണ്. ഞാനൊരു പ്രാക്ടിക്കൽ സൈഡിലെ ചില ഒബ്സർവേഷൻസ് ആണ് പറഞ്ഞത്. താങ്ക് യു സർ.
വേറെ ആർക്കും ഒന്നും പറയാനില്ല. അപ്പൊ ജേക്കബ് സാറിന് സമ്മപ്പ് ചെയ്യാം, എന്നിട്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. ഓക്കെ, എല്ലാവരും വളരെ ആത്മാർത്ഥയോടെ നല്ല പോയിന്റ്സ്, വാല്യുബിൾ പോയിന്റ്സ് നിങ്ങൾ പ്രസന്റ് ചെയ്തു. പറഞ്ഞ ക്രിറ്റിസിസംസ് എല്ലാം എനിക്ക് തോന്നുന്നത് വളരെ വാലിഡ് ആണ്, അതിനെല്ലാം അർത്ഥമുണ്ട്. അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാണ്, പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് ആണ് അനൗൺസ് ചെയ്യുന്നത്. ഇപ്പോഴും കൺകറന്റ് ലിസ്റ്റിൽ തന്നെയാണ്. 42nd അമെന്റ്മെന്റ് അനുസരിച്ച് നമ്മൾ കൺകറന്റ് ലിസ്റ്റ് മാറ്റി. അപ്പൊ സ്റ്റേറ്റ്സിന് റോളുണ്ട്, ആ റോൾ എഡ്യൂക്കേഷൻ പോളിസിയിൽ നിഷേധിക്കുന്നില്ല. എനിക്കറിയാം ഇതിനകത്തുള്ള ഒരുപാട് പൊളിറ്റിക്സ് ഉണ്ട്. കാരണം സഫണൈസേഷൻ ഉണ്ട്, സാൻസ്ക്രിറ്റ് കൊണ്ടുവരും, അതിനൊക്കെ എതിർപ്പുമുണ്ട്. തമിഴ്നാട് പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് ഈ പോളിസി വേണ്ടെന്ന്, കാരണം ത്രിഭാഷാ പദ്ധതി ഒന്നും ഞങ്ങൾ അംഗീകരിക്കത്തില്ലെന്ന് അവർ പറഞ്ഞു. പക്ഷെ ഇവിടെ ഗവൺമെന്റ് തന്നെ പറഞ്ഞു ഞങ്ങൾ ആ ഒരു ഫ്രീഡം കൊടുക്കാൻ പോവാണ് സ്റ്റേറ്റിനും, ഈവൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ പോലും ഫ്രീഡം കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഒരു സ്കൂൾ തീരുമാനിക്കുക ഞങ്ങൾ കുറച്ചുകൂടെ നേരത്തെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ തുടങ്ങുവാണെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സസ് തുടങ്ങുവാണെങ്കിൽ ചെയ്ത് അതിനുള്ള അവസരം ഉണ്ട് എന്നാണ് ഇപ്പോൾ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ മുമ്പേ പറഞ്ഞ പോലെ പ്രൊഫസേഴ്സിനെ ഔട്ടാക്കുന്നത്, ടോപ്പിക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഇനി അത് പറ്റത്തില്ല എന്ന് പറയും, അതൊക്കെ ഉണ്ടാകും. അത് ആ ഭരണാധികാരികളുടെ ആ ഭരണ കക്ഷികളുടെ ഒക്കെ വീക്ഷണവും അവരുടെ ചിന്താഗതികളും അവരുടെ നയങ്ങളും ഒക്കെയാണ് എന്ന് എനിക്ക് തോന്നുന്നത് റിഫ്ലക്ട് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ കൺകറന്റ് ലിസ്റ്റിൽ ഇപ്പോഴും തുടരുന്നത് കൊണ്ട് സ്റ്റേറ്റുകൾക്ക് ഇപ്പോഴും ആ റൈറ്റ് ഉണ്ട്. ഇത് ഞങ്ങൾ പരിപൂർണമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല എന്നൊരു സ്റ്റേറ്റിന് പറയാനുള്ള അവസരമുണ്ട്. പക്ഷേ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഒരു നയം കൊണ്ടുവരുമ്പോൾ മാറി നിൽക്കാനുള്ള ചില ബുദ്ധിമുട്ടുകളും ഉണ്ട്. ആ ബുദ്ധിമുട്ടുകളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് സ്വതന്ത്രമായിട്ട് ചില ഫ്രീഡം ഓരോ സ്റ്റേറ്റിനും എടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഉദാഹരണം തമിഴ്നാട്ടിൽ പറയുവാണ് ഞങ്ങൾ ത്രിഭാഷ 2 ഭാഷയെ പഠിപ്പിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അത് മതി. അതിനപ്പുറം സെൻട്രൽ ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പണിക്കർ സാറ് പറഞ്ഞത് പഠിക്കുന്നില്ല, അത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. കോളേജിൽ വരുന്നവന് ഒരു സെന്റൻസ് എഴുതാൻ അറിയത്തില്ല, ഇവനെല്ലാം എഴുതിക്കൊണ്ട് വരുന്നത് തെറ്റാണ്, പറയുന്നത് തെറ്റാണ്, പറയാൻ അറിയത്തില്ല, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് അഡ്രസ് ചെയ്യാനുള്ള ഒരു ശ്രമം ഇതിനകത്തുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഞാനത് ആദ്യമേ പറഞ്ഞു തുടങ്ങിയല്ലോ, നമ്മള് ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, പ്രോബ്ലം സോൾവിങ് ഇങ്ങനെ കൂടുതൽ പഠിപ്പിച്ചു വിടാനല്ല, കണ്ടന്റ് കുറച്ചിട്ട് എങ്ങനെ പഠിക്കണം അതിനെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ആ രീതിയിലാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ മികച്ച വിദ്യാഭ്യാസം അല്ലെങ്കിൽ മികച്ച പ്രോഡക്ട്സ് പുറത്തു വരും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ റിഗറസ് എക്സാമിനേഷൻസ് ഓരോ ക്ലാസ്സിലും നടത്തിയാൽ ഒരുപാട് ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ടാകും. അതാണ് ചില തലത്തിൽ മാത്രം മതി. ഒരു പിന്നെ ഫൗണ്ടേഷൻ ലെവൽ കഴിയുമ്പോൾ ഒരു എക്സാമിനേഷൻ, സെക്കൻഡറി തലം കഴിയുമ്പോൾ ഒരു എക്സാമിനേഷൻ, ആ രീതിയിൽ അത് വെച്ചേക്കുന്ന ഡ്രോപ്പ് ഔട്ട്സിനെ കുറയ്ക്കാൻ വേണ്ടിയാണ്. പിന്നെ പി ജിയുടെ ഒരു സംശയം ചോദിച്ചു, പി ജി എങ്ങനെയാണെന്ന്. 4 വർഷം കഴിഞ്ഞ് 1 വർഷമാണ് പി ജി, എന്നാൽ 3 വർഷം കഴിഞ്ഞവർക്ക് 2 വർഷം പി ജിക്കുള്ള അവസരം ഉണ്ടാകും എന്നാണ് എന്റെ ചിന്ത. ബി എഡ് കോഴ്സുകൾ മാറ്റുവാണ്, ബി എഡ് കോളേജുകളില്ല. ഈ 4 വർഷ ബിരുദത്തിന് 1 വർഷം ടീച്ചിങ് എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെക്കും. അവർ സ്പെഷ്യലൈസ് ചെയ്യുന്ന അതിനകത്തായിരിക്കും. ആ രീതിയിൽ 4 വർഷം കൊണ്ട് തന്നെ ഇന്റഗ്രേറ്റഡ് ബി എഡുമായിട്ടായിരിക്കും അവർ പുറത്തു വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കോളേജുകളിലൂടെ നിർത്തലാക്കാൻ പോവുകയാണ്, മറ്റൊന്നുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ടീച്ചേഴ്സിന് വേണ്ടിയുള്ള വലിയ ട്രെയിനിങ്ങുകളുണ്ട്. പണിക്കർ സാർ പിന്നെ ചോദിച്ചു, നമ്മൾ 20-20 ഞാനും കണ്ടതാണ്, 20-20 എല്ലാ പിന്നെ 30 സ്റ്റുഡൻസിനും 20-20 ഇന്റേണൽ, ഒരാൾക്ക് പോലും ഒരു മാർക്ക് കുറവില്ല. അങ്ങനൊരു സ്ഥാപനത്തിന് നിലനിൽപ്പുണ്ടാകത്തില്ല. കാരണം ലോകത്തിനടുത്ത് അഫിലിയേറ്റിംഗ് സിസ്റ്റം ഇല്ല. ഇന്ത്യ നമ്മുടെ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ കാണുമായിരിക്കും, വേറൊരിടത്തും ഇല്ല. അവിടെ എല്ലാം അധ്യാപകനാണ് റൈറ്റ് പേഴ്സൺ ടു ഡിസൈഡ് അവന് ഏത് ഗ്രേഡ് കിട്ടണം, അതിനുള്ള അർഹതയുണ്ടെന്ന് തീരുമാനിക്കുന്ന, അവനെ പഠിപ്പിക്കുന്ന അധ്യാപകൻ തന്നെ. അല്ലാതെ വേറൊരു അധ്യാപകനും തീരുമാനിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് സങ്കല്പം. അപ്പൊ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ ലെവലിലേക്ക് നമ്മൾ ഉയർന്നെങ്കിൽ മാത്രമേ പറ്റൂ. ഹയർ എഡ്യൂക്കേഷൻ ലെവലിലും സ്കൂൾ ലെവലിലും ടീച്ചേഴ്സിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ഇതിനകത്തുള്ള പല കാര്യം ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിലോട്ട് വന്നിട്ടില്ല. ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിന് വേണ്ടി ഓരോ കാര്യങ്ങളും പ്രത്യേകം പറയുന്നുണ്ട്. ക്രിയേറ്റീവ് തിങ്കിങ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ പെഡഗോഗി അല്ലെങ്കിൽ അവരുടെ കരിക്കുലം എങ്ങനെ ആകണം, അതിനുവേണ്ടിയുള്ള പ്രത്യേക ഫ്രെയിം, അതിനുവേണ്ടിയുള്ള പ്രത്യേക സെറ്റപ്സ് ഉണ്ട്. അതിനെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. അതൊക്കെ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ അതിനകത്തൊക്കെ കടക്കാൻ സാധിക്കുന്നത്. പിന്നെ റിസർച്ച് ഉഴപ്പിക്കളയുമെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. റിസർച്ചിന്റെ ഫണ്ടിങ് കുറയുമെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇതിനകത്ത് പറയുന്നത്.
അതിനായിട്ടൊരു പ്രത്യേക ഒരു ബോഡിയുണ്ട്, NRF, നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. അവർ റിസർച്ച് പ്രോത്സാഹിപ്പിക്കും, ഫണ്ടിങ് നൽകും. പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക ഏജൻസി, റിസർച്ചിന് വേണ്ടി തന്നെ ഒരു പ്രത്യേക വിങ്, ഒരു ഏജൻസി ഉണ്ടാകും. അവര് അത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യും എന്നാണ് അവിടെ പറയുന്നത്. 2040 കൊണ്ട് 2040 അടുത്ത എഡ്യൂക്കേഷൻ പോളിസി വരാം എന്ന് ഇതിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് അത് പ്ലാൻ ചെയ്തു പോകുന്നത്. 2040 കൊണ്ട് ലോക നിലവാരത്തിലെത്താൻ നമ്മളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു കണ്ടന്റ് ആയിട്ട്, ഇതിന്റെ ഒരു അടിസ്ഥാനമായിട്ട് പറയുന്നത്. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിന്റെ ഡ്രോബാക്സ് ആയിട്ട് പറയാൻ. ഈ പറഞ്ഞ പോലെ സംസ്കൃതം അടിച്ചേൽപ്പിക്കുമോ, അത് മറ്റു വിഭാഗങ്ങൾക്ക് സ്വീകാര്യമാണോ? പിന്നെ ഭരണഘടനയെ പറയുന്നുണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് സ്ഥാപനങ്ങൾ നടത്താനുള്ള, അല്ലെങ്കിൽ പിന്നെ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക്, മതന്യൂനപക്ഷങ്ങൾക്ക് സ്ഥാപനങ്ങൾ, അതിനെക്കുറിച്ചൊന്നും ഇതിലൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. അതിന്റെ എങ്ങനെ ആയിരിക്കും നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇംഗ്ലീഷ് പുറകോട്ട് പോകത്തില്ലേ? 6ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് പഠിച്ചില്ലെങ്കിൽ എങ്ങനെ അവരതിൽ പ്രൊഫിഷ്യന്റ് ആകും? നമുക്ക് ചിന്തിക്കാവുന്ന ഒരുപാട്, അങ്ങനെയും ചിന്തിക്കാം നമുക്ക്. ഇന്ത്യ മൊത്തം മുമ്പേ പറഞ്ഞ പോലെ കൺകറന്റ് ലിസ്റ്റിലായതുകൊണ്ട് ചില സ്റ്റേറ്റുകൾ മാറി നിന്നാൽ ഇന്ത്യ മൊത്തം ഇത് നടപ്പിലാക്കാൻ സാധിക്കുമോ? വളരെ പ്രധാനപ്പെട്ട ഒരു അപാകതയായിട്ട് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് സ്പോർട്സിനെ കുറിച്ചൊന്നും. കുട്ടികളെ ആക്ടിവിറ്റിയിൽ കൂടെ, കളികളിൽ കൂടി ഇത് പഠിക്കുമെന്ന് പറയുന്നെങ്കിലും എനിക്ക് തോന്നുന്നു എല്ലാ തരത്തിലും സ്പോർട്സ് ഒരു പീരീഡ് എങ്കിലും, ആഴ്ചയിൽ ഒരു പീരീഡ് അല്ലെങ്കിൽ കുറച്ച് പീരീഡിലും ഇവരെ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ടി ഈ സ്കൂൾ തലത്തിൽ വിനിയോഗിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. സ്പോർട്സിനെ കുറിച്ചോ അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചോ ഇതിനകത്ത് ഒരിടത്തും പറയുന്നില്ല. MPhil നിർത്തുമെന്ന് പറയുന്നത് അത് മറ്റൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നു. ബാക്കിയുള്ളിടത്തെല്ലാം മൾട്ടിപ്പിൾ എൻട്രിക്കും മൾട്ടിപ്പിൾ എക്സിറ്റിനുള്ള അവസരമുണ്ട്. പക്ഷേ റിസർച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീരുന്നവരെ അതിൽ കണ്ടിന്യൂ ചെയ്തേ പറ്റൂ. എനിക്ക് തോന്നുന്നു MPhil ഡിഗ്രി ഉണ്ടായിരുന്നെങ്കിൽ അത് ഇടയ്ക്ക് വെച്ച് ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് പിന്നീട് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു അവസരമായേനെ എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് കാര്യങ്ങളോ ഈ ത്രിഭാഷ നമുക്ക് സാധ്യമാണോ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ GDP-യുടെ 6% എങ്ങനെ ആരാ സ്പെൻഡ് ചെയ്യുന്നത്? ഒരിക്കലും സ്റ്റേറ്റ് ഗവൺമെന്റുകൾ സെൻട്രൽ ഗവൺമെന്റോട് വിചാരിച്ചാൽ ഈ 6 ലക്ഷം 6% നമുക്ക് സ്പെൻഡ് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പ്രൈവറ്റ് ഏജൻസികളെയും കൂടി ഇവരെ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ പ്രൈവറ്റ് ഏജൻസികൾ ഇതിൽ പ്രോഫിറ്റ് എടുത്തുകൊണ്ട് പോകരുത്, അത് എഡ്യൂക്കേഷനിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഇതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്. ഒരുപാട് എതിർപ്പുകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൺസേൺസ് ഉണ്ട്. അത് ശരിയാണ്. എങ്കിൽ പോലും ജനറൽ ആയിട്ട് ഇത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പോളിസിയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ മുമ്പേ പറഞ്ഞ ചില പ്രത്യേകതകളുണ്ട്. ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ഇതൊക്കെ ഉള്ള ഒരു മനുഷ്യനായിട്ട് ഒരു വിദ്യാർത്ഥി രൂപാന്തരപ്പെട്ട് വരുവാണെങ്കിൽ അവൻ തനിയെ കുറെ പഠിക്കും, അവൻ കാര്യങ്ങൾ മനസ്സിലാക്കും. അവൻ കോളേജിൽ വന്നിട്ട് അല്ലെങ്കിൽ കോളേജിലെ പഠിത്തം കഴിഞ്ഞിട്ട് അവൻ പറയുന്ന കാൽക്കുലസ്, ഞാൻ DY/by ഡെറിവേറ്റീവ് ഓഫ് sin x എന്തുവാണെന്ന് എനിക്ക് അറിയാമെങ്കിലും അത് എന്തിനാണ്, അല്ലെങ്കിൽ അതിന്റെ പർപ്പസ് എന്താണ്, അതിന്റെ മീനിങ് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പൊ ആ രീതിയിലാണ് നമ്മുടെ പഠനം ഇപ്പൊ പോകുന്നത്. അതിനുപരിയായിട്ടൊരു മീനിങ് കണ്ടെത്താൻ, അർത്ഥപൂർണമായി പഠനം മാറ്റുവാൻ നമുക്ക് സാധിക്കുമെന്നാണ് എൻ്റെ ഒരു ചിന്ത. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഇതിനകത്ത് പൊതുവെ നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യങ്ങളാണ് ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞത്. എന്നാൽ ഗവൺമെന്റ് പിന്നെ ഓട്ടോക്രസിയോ അല്ലെങ്കിൽ അതോറിറ്റേറിയൻ ഗവൺമെന്റോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്യുവാണെങ്കിൽ അത് വിദ്യാഭ്യാസത്തിന്റെ മാത്രം പ്രശ്നമല്ല, എല്ലാ മേഖലകളിലും അത് നമ്മൾ സൂക്ഷിച്ചിരിക്കേണ്ട കാര്യം തന്നെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ.